everyone, welcome to Lectures on Law. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലോ ഓഫ് ടോട്ട്സിന്റെ ഫസ്റ്റ് മൊഡ്യൂളാണ് ക്ലാസ് എടുത്തിരുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ ആ ക്ലാസ് കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ അതിൽ നമ്മൾ ടോട്ടിന്റെ എസെൻഷ്യൽസ്, അതുപോലെ തന്നെ അതിന്റെ ലയബിലിറ്റി ഫിക്സ് ചെയ്യുന്ന മാക്സിംസ്, ടോർട്ടും ക്രൈമും തമ്മിലുള്ള ഡിഫറൻസ്, ഇങ്ങനെയുള്ള ടോപ്പിക്കുകളൊക്കെ ആയിരുന്നു കവർ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കും വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാം. ഇത്തിരി ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്, 2 hours ആണ്. പക്ഷെ നിങ്ങൾക്ക് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അതെന്തായാലും ഒരു റിവിഷൻ ആയിട്ടുണ്ടായിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊരു റിവിഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഹെൽപ്ഫുൾ ആയെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് കമന്റ് ചെയ്യുക. നിങ്ങളുടെ കമന്റ്സ് ആണ് എനിക്ക് മനസ്സിലാവുന്ന ക്ലാസ് ഹെൽപ്ഫുൾ ആയി എന്നുള്ള ഒരു കാര്യം. കുറച്ച് പേരൊക്കെ കമന്റ് ചെയ്തിരുന്നു, ഞാൻ കണ്ടിരുന്നു. വളരെ സന്തോഷം. അതാണ് സെക്കൻഡ് മൊഡ്യൂൾ നമ്മൾ വീണ്ടും ചെയ്യാമെന്ന് പ്രതീക്ഷിച്ചത്. അപ്പോൾ നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിലേക്ക് പോവാം, ഒട്ടും വൈകാതെ തന്നെ. അപ്പോൾ സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നത് നമ്മൾ വൈക്കേരിയസ് ലയബിലിറ്റി എന്ന് പറയുന്ന ഒരു ടോപ്പിക്, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നത്. വൈക്കേരിയസ് ലയബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ടോട്ടിന് അണ്ടറിൽ പറഞ്ഞു, ഒരു വ്യക്തി അയാളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു റോങ്ഫുൾ ആക്ട് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്യും, അതുവഴിയായിട്ട് പ്ലെയിന്റിഫിന്, പരാതി കൊടുക്കുന്ന ആൾക്ക് എന്തെങ്കിലും ഒരു ലീഗൽ ആയിട്ടുള്ള ഒരു ഡാമേജ് അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ, ലീഗൽ ഡാമേജ് മീൻസ് അതായത് ലീഗൽ ഇഞ്ചുറി, അതായത് ലീഗൽ ആയിട്ടുള്ള റൈറ്റിന്റെ വയലേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾക്ക് ലീഗൽ റെമഡി കിട്ടും. ടോട്ടിന് അണ്ടറിൽ അൺലിക്വിഡേറ്റഡ് ഡാമേജസ്, അതായത് കോമ്പൻസേഷൻ കിട്ടും, നഷ്ടപരിഹാരം. അതായത് ഞാൻ വഴിയായിട്ട് വേറെ ഒരു വ്യക്തിയുടെ ലീഗൽ റൈറ്റ് അവിടെ വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് എഗൻസ്റ്റ് ആയിട്ട് സ്യൂട്ട് കൊണ്ട് കൊടുത്ത് കോമ്പൻസേഷൻ വാങ്ങാൻ പറ്റുന്നതാണ്. കോടതി ഡിറ്റർമൈൻ ചെയ്യുന്ന എമൗണ്ട് അയാൾക്ക് കിട്ടും കോമ്പൻസേഷൻ ആയിട്ട്. ഇതാണ് നമ്മൾ ടോട്ടിന്റെ എസെൻഷ്യൽ കണ്ടീഷൻസ് ആയിട്ട് പഠിച്ച്. അത് ഫിക്സ് ചെയ്യാനായിട്ട് 2 മാക്സിംസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഡാംനം സൈൻ ഇഞ്ചൂരിയും ഇഞ്ചൂരിയസ് സൈൻ ഡാംനം. അതിൽ ഇഞ്ചൂരിയസ് സൈൻ ഡാംനം ആണെങ്കിൽ മാത്രമേ ആക്ഷനബിൾ ആവുള്ളൂ, ഡാംനം ആണെങ്കിൽ ആക്ഷനബിൾ ആവില്ല. സോ ഈ ക്ലാസ് നമ്മളൊന്ന് ജസ്റ്റ് കണ്ടു നോക്കുക, നിങ്ങൾ കാണാത്തവരാണെങ്കിൽ. അപ്പോൾ വൈക്കേരിയസ് ലയബിലിറ്റി ഈ ടോപ്പിക്കാണ് സെക്കൻഡ് മൊഡ്യൂളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഈ ഒരു ടോപ്പിക്ക് എസ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഇതിലെ പ്രോബ്ലംസും ഒക്കെ ക്വസ്റ്റൻ ആയിട്ട് വന്ന് കണ്ടിട്ടുണ്ട്, പ്രോബ്ലം സോൾവിങ്ങിനൊക്കെ. അപ്പോൾ വൈക്കേരിയസ് ലയബിലിറ്റി എന്ന് പറയുമ്പോഴേക്കും നോർമലി നമ്മൾ പറഞ്ഞു, ഒരു വ്യക്തി അവരുടെ ഭാഗത്ത് ഉണ്ടാവുന്ന റോങ്ഫുൾ ആക്ടുകൾക്കാണ് ലയബിൾ ആകുന്നത്. അയാൾ എന്തെങ്കിലും ടോട്ട് കമ്മിറ്റ് ചെയ്താൽ മാത്രമേ അയാൾക്ക് ആ ടോർഷ്യസ് ലയബിലിറ്റി അറൈസ് ചെയ്യുള്ളൂ. പക്ഷേ അക്കോർഡിംഗ് ടു ഈ പറയുന്ന വൈക്കേരിയസ് ലയബിലിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ച് ഒരു വ്യക്തി അയാൾ ചെയ്യാത്തതുമായ, അതായത് മറ്റൊരു വ്യക്തി ചെയ്തതായിട്ടുള്ള എന്തെങ്കിലും റോങ്ഫുൾ ആക്ടിന് ഇയാൾക്ക് ടോർഷ്യസ് ലയബിലിറ്റി വരുന്നു എന്ന് പറഞ്ഞാൽ എന്താ, ഇയാൾ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരുന്നു. അതായത് ഞാൻ ചെയ്ത ഏതെങ്കിലും ടോർട്ടിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും റോങ്ഫുൾ ആക്ടിന് വേറൊരു വ്യക്തി എന്ത് ചെയ്യേണ്ടി വരുന്നു, കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരുന്നു. അയാൾക്കാവുന്നു ആ ലയബിലിറ്റി, ടോർഷ്യസ് ലയബിലിറ്റി. അതെങ്ങനെയായിരിക്കും, എല്ലാവർക്കും അങ്ങനെ വരുമോ? അതങ്ങനെ വരണമെങ്കിൽ ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം വേണമല്ലോ, ഞാനും ആ വ്യക്തി തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ വേണം. അല്ലെങ്കിൽ ഞാൻ ചെയ്ത റോങ്ങിന് ഇയാൾ എന്ത് കൊടുക്കുന്നു, അപ്പൊ എന്ത് കണക്ഷൻ അവിടെ വേണ്ടത്? ആ വേണ്ട കണക്ഷനെയാണ് മാസ്റ്റർ സെർവന്റ് അല്ലെങ്കിൽ എംപ്ലോയർ എംപ്ലോയി എന്ന് പറയുന്നത്. ഞങ്ങൾ തമ്മിലുള്ള ബന്ധമായിരിക്കണം എന്ത്, മാസ്റ്റർ സെർവന്റ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ്. അതായത് ഒരു മുതലാളി തൊഴിലാളി ബന്ധം അവിടെ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് എന്ത് ചെയ്യേണ്ടത്, എൻ്റെ ടോട്ടുകൾക്ക് ആ വ്യക്തി അവിടെ റെസ്പോൺസിബിൾ ആവേണ്ടത്, അല്ലെങ്കിൽ അയാൾ അവിടെ കോമ്പൻസേഷൻ കൊടുക്കേണ്ട സിറ്റുവേഷൻ വരുന്നത്. അപ്പൊ അയാളിൽ വരുന്ന ആ ഒരു ലയബിലിറ്റിയാണ് നമ്മൾ വൈക്കാരിയസ് ലയബിലിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ച് വൈക്കാരിയസ് ലയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ വേണമെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, മാസ്റ്റർ സെർവന്റ് അല്ലെങ്കിൽ എംപ്ലോയർ എംപ്ലോയി എന്ന് പറയുന്ന ഒരു റിലേഷൻഷിപ്പ് അവിടെ നിലവിലുണ്ടായിരിക്കണം ഞങ്ങൾ തമ്മിൽ. അതുപോലെ തന്നെ വേണ്ട ഒരു കാര്യമാണ്, ഇനിയിപ്പോൾ ഞാൻ വീട്ടിൽ പോയി, ജോലി സമയമൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയി, പോണ വഴിക്ക് ഞാൻ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തു പോയി, അവിടുന്ന് ഞാൻ ജസ്റ്റ് വേറൊരു സ്ഥലത്ത് പോയ സമയത്ത് വേറൊരാൾക്ക് റോങ്ഫുൾ ആക്ട് ചെയ്തു, ഇതിനൊക്കെ ആ മാസ്റ്റർ റെസ്പോൺസിബിൾ ആവണോ? വേണ്ട. ആ ജോലി സമയത്തുള്ളതിന് പോരെ. അപ്പൊ ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റിലുള്ളതിന് മാത്രമാണ് റെസ്പോൺസിബിലിറ്റി വരുള്ളൂ. അപ്പോൾ വൈക്കാരിയസ് ലയബിലിറ്റി അനുസരിച്ച് മാസ്റ്റർ സെർവന്റ് ചെയ്യുന്ന ആക്ഷൻസിന് റെസ്പോൺസിബിൾ ആകുന്നത്, അല്ലെങ്കിൽ എംപ്ലോയർ എംപ്ലോയിയുടെ ആക്ഷൻസിന് റെസ്പോൺസിബിൾ ആവുന്നത് എപ്പോഴാണ്, വൈക്കാരിയസ്ലി അയാൾ ലയബിൾ ആവുന്നത്. സെർവന്റ് ചെയ്യുന്ന ടോർട്ടുകൾക്ക് ടോർച്ചസ് ലയബിലിറ്റി അറൈസ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഒന്ന് അവർ തമ്മിൽ ഒരു മാസ്റ്റർ സെർവന്റ് റിലേഷൻഷിപ്പ് ആയിരിക്കണം. പിന്നെ എന്ത് വേണം, പിന്നെ വേണ്ടത് അവിടെ ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ് സമയത്തായിരിക്കണം ഈ പറയുന്ന ടോട്ട് അയാൾ കമ്മിറ്റ് ചെയ്ത്, എന്നാൽ മാത്രമാണ് ഇയാൾക്ക് ആ ഒരു ലയബിലിറ്റി മാസ്റ്ററിന് വരുവുള്ളൂ. അപ്പൊ ഇതാണ് നമ്മൾ വൈക്കാരിയസ് ലയബിലിറ്റി എന്ന് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ. അപ്പൊ ഈ വൈക്കാരിയസ് ലയബിലിറ്റി എന്ന് പറയുന്നത് മാസ്റ്ററിൽ അറൈസ് ചെയ്തത് ഒരു മാക്സിമിനെ ബേസ് ചെയ്തിട്ടാണ്. നമുക്കറിയാം ടോട്ട് നമ്മൾ പഠിക്കുന്നത് കുറെ മാക്സിംസ്, കോമൺ ലോ കുറെ മാക്സിംസ് ബേസ് ചെയ്തിട്ടും, അതുപോലെ തന്നെ കേസ് ലോസ് ഒക്കെ ബേസ് ചെയ്തിട്ടുമാണ്. കേസ് ലോസും മാക്സിംസും ആണ് ടോട്ടൽ കൂടുതലും പഠിക്കേണ്ടത്. പിന്നെ ആ കോൺസെപ്റ്റ് എന്താണെന്നും, നമുക്ക് ഇതിൻ്റെ അകത്ത് സെക്ഷനോ ആർട്ടിക്കിൾസോ ഒന്നും മറ്റ് ലോ സബ്ജക്റ്റ് പോലെ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് മാക്സിംസ് ഒക്കെ നിങ്ങൾ എന്തായാലും പഠിച്ചിട്ട് പോകുക, അത് നമുക്ക് എക്സാമിന് എഴുതേണ്ടതാണ്. അപ്പൊ ഇതിന് വൈക്കാരിയസ് ലയബിലിറ്റി മാസ്റ്ററിൽ അറൈസ് ചെയ്യുന്ന, മറ്റൊരാൾ ചെയ്യുന്ന, സെർവന്റ് ചെയ്യുന്ന ടോർഷ്യസ് ആക്ടിന് മാസ്റ്ററിന് വരുന്ന ഈ വൈക്കാരിയസ് ലയബിലിറ്റി ഒരു മാക്സിമിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. ആ മാക്സിമാണ് ക്യു ഫാസിറ്റ് പെറാലിയം ഫാസിറ്റ് പെർസെ. ക്യു ഫാസിറ്റ് പെറാലിയം ഫാസിറ്റ് പെർസെ, QUIQ ഫാസിറ്റ് FACIT ഫാസിറ്റ് പെറാലിയം PERALIUM പെറാലിയം ഫാസിറ്റ് പെർസെ FACIT ഫാസിറ്റ് പെർസെ PERALIUM
SC. ഇങ്ങനെയാണ് ക്യുഫാസിക് പെരാലിയോ ഫാസിഡ് പേഴ്സൺ. ഇതുപോലെ തന്നെ മറ്റൊരു മാക്സിമം ഉണ്ട്, റെസ്പോണ്ടന്റ് സുപ്പീരിയർ. ഇങ്ങനെയുള്ള ഈ രണ്ട് മാക്സിമിനെ ബേസ് ചെയ്തിട്ടാണ് വൈക്കേരിയസ് ലയബിലിറ്റി മാസ്റ്ററിൽ വരുന്നത്, സെർവന്റ് ചെയ്യുന്ന ടോർഷ്യസ് ആക്ടിന്. അപ്പൊ ഇത് നിങ്ങൾ ടോട്ടിന്റെ ഏത് ടെക്സ്റ്റ് ബുക്ക് എടുത്താലും ഏത് ഗൈഡ് എടുത്താലും വൈക്കേരിയസ് ലയബിലിറ്റി എന്നൊരു ടോപ്പിക് ഈവൻ നിങ്ങൾ നെറ്റിൽ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ പോലും കിട്ടുന്ന രണ്ട് മാക്സിമം ആയിരിക്കും ഈ രണ്ട് മാക്സിമം. സോ അത് അത്രയും ഇമ്പോർട്ടന്റ് ആണ്, എല്ലായിടത്തും കോമൺ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്, ഏത് മെറ്റീരിയൽസിലും കിട്ടും. ഞാൻ ടെലിഗ്രാമിൽ ഓൾറെഡി മെറ്റീരിയൽസ് കുറച്ച് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ അത് ഇപ്പോഴും കണ്ടു നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ആ ടെലിഗ്രാം ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയുടെ താഴെ, കഴിഞ്ഞ വീഡിയോയുടെ താഴെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴിയായിട്ട് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത് ആ ഒരു PDF ഒക്കെ ആക്സസ് ചെയ്യാൻ, നിങ്ങളുടെ ആ ഒരു എക്സാമിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് അത് റിവൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ആ PDF മെറ്റീരിയൽസ് ഒക്കെ ഓൾറെഡി നിങ്ങളുടെ ടെക്സ്റ്റ് ഒക്കെ കാണും, ഇല്ലെങ്കിൽ ഈ ഒരു മെറ്റീരിയൽസും കൂടി റെഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ രണ്ട് മാക്സിംസിനെ ബേസ് ചെയ്തിട്ടാണെന്ന്. അപ്പൊ ഈ ക്യുഫാസിഡ് പെരാലിയോ ഫാസിഡ് പേഴ്സൺ, ഈ മാക്സിമിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ വൺ ഹു ഹാസ് ഡൺ ആൻ ആക്ട്. ഏതെങ്കിലും ഒരു വ്യക്തി ഒരു ആക്ട് ചെയ്യുവാണെങ്കിൽ, വൺ ഹു ഹാസ് ഡൺ ആൻ ആക്ട് ത്രൂ അനദർ, മറ്റൊരാൾ വഴിയായിട്ട് ഇയാൾ ഒരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ വിൽ ബി ഡീംഡ്, അയാൾ എങ്ങനെയായിരിക്കും കണക്കാക്കുന്നത്, ടു ഹാവ് ഡൺ ഇറ്റ് ഹിംസെൽഫ്, അയാൾ തന്നെ ചെയ്ത പോലെ കണക്കാക്കും. അതായത് വൺ ഹു ഹാസ് ഡൺ ആൻ ആക്ട് ത്രൂ അനദർ വിൽ ബി ഡീംഡ് ടു ഹാവ് ഡൺ ബൈ ഹിംസെൽഫ്, അയാൾ തന്നെ ചെയ്ത പോലെ കണക്കാക്കും. അതായത് ഇപ്പൊ എനിക്ക് വേണ്ട ഒരു കാര്യമുണ്ട്, അത് ഞാൻ മറ്റൊരു വ്യക്തിയെ കൊണ്ട് ചെയ്യിപ്പിക്കുക. എൻ്റെ ഒരു ഡ്രൈവർ ഉണ്ട്, അപ്പോൾ ആളെ കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, എൻ്റെ ഫ്രണ്ട് എയർപോർട്ടിൽ നിൽക്കുകയാണ്, എയർപോർട്ടിൽ പോയി എനിക്ക് പിക്ക് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഡ്രൈവറിനെ വിട്ട് പിക്ക് ചെയ്യിപ്പിക്കുന്നു. അപ്പൊ എനിക്ക് വേണ്ടിയാണ് ഡ്രൈവർ പണിയെടുക്കുന്നത്, അല്ലാണ്ട് അയാളെ വിളിച്ചുകൊണ്ട് വരേണ്ട ആവശ്യം ഡ്രൈവറിനുണ്ടോ? ഇയാളും ഡ്രൈവറായിട്ട് ഒരു കണക്ഷനും ഇല്ല. അപ്പൊ എനിക്ക് വേണ്ട ഒരു കാര്യം ഞാൻ മറ്റൊരാൾ വഴിയായിട്ട് ചെയ്യിപ്പിക്കുവാണ് എങ്കിൽ അത് ഞാൻ ചെയ്ത പോലെ തന്നെയാണ് നിയമത്തിൽ കണക്കാക്കുന്നത്. അതായത് അപ്പൊ അയാൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലും ആക്ട് ചെയ്താലും എന്തെങ്കിലും റോങ് ചെയ്താലും ഒക്കെ എന്ത് വരും, എനിക്ക് റെസ്പോൺസിബിലിറ്റി വരും, കാരണം പുള്ളി പോയത് എനിക്ക് വേണ്ടി തന്നെയല്ലേ. അപ്പൊ അതാണ് പറയുന്നത് വൺ ഹു ഹാസ് ഡൺ ആൻ ആക്ട് ത്രൂ അനദർ, ഏതെങ്കിലും ഒരു വ്യക്തി മറ്റൊരാൾ വഴിയായിട്ട് ആക്ട് ചെയ്യുവാണെങ്കിൽ അത് അയാൾ ചെയ്ത പോലെ തന്നെ കണക്കാക്കും. അതായത് ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്, അത് അയാൾ തന്നെ ചെയ്ത പോലെ. ഞാൻ വണ്ടി ഓടിച്ച് പോകുമ്പോൾ പോണ വഴിക്ക് ആർക്കെങ്കിലും ഒരു റോങ് കമ്മിറ്റ് ചെയ്താൽ എങ്ങനെയാണോ എൻ്റെ ലയബിലിറ്റി, അതുപോലെ തന്നെയായിരിക്കും എൻ്റെ ഡ്രൈവറിനെ എനിക്ക് വേണ്ടി ഞാൻ വിടുമ്പോൾ, എനിക്ക് വേണ്ടി ഒരു കാര്യം എൻ്റെ ബെനിഫിറ്റിന് വേണ്ടി ചെയ്യാൻ പോകുമ്പോൾ സംഭവിച്ചാലും എനിക്ക് അയാൾ ചെയ്തതിനുള്ള ലയബിലിറ്റി വരുന്നത്. അപ്പൊ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താ, മാസ്റ്റർ സെർവന്റ് എന്ന് പറയുന്ന റിലേഷൻഷിപ്പാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് അവിടെ. അതിനെയാണ് നമ്മൾ ക്യുഫാസിഡ് പെരാലിയം ഫാസിഡ് പേഴ്സൺ എന്ന് പറയുന്ന മാക്സിമിലൂടെ പറയുന്നത്. എപ്പോഴാണോ സെർവന്റ് ഒരു ടോർഷ്യസ് ആക്ട് കമ്മിറ്റ് ചെയ്യുന്നത്, അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ മാസ്റ്ററും സെർവന്റും രണ്ടുപേരും ജോയിന്റ്ലി ആൻഡ് സെവറലി ലയബിൾ ആകുന്നതാണ്. ആ ചെയ്ത കാര്യത്തിന് രണ്ടുപേരും ജോയിന്റ്ലി ആൻഡ് സെവറലി ലയബിൾ ആകും. കാരണം മാസ്റ്ററിന്റെ ബെനിഫിറ്റിനും കൂടി ചെയ്തേ, സോ മാസ്റ്റർ അവിടെ ലയബിൾ ആകുന്നുണ്ട്. അയാൾ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ബെനിഫിറ്റിന് വേണ്ടിയിട്ടായതുകൊണ്ട് മാസ്റ്റർ അവിടെ ലയബിൾ ആവും. ഇനി രണ്ടാമത്തെ മാക്സിമം ആണ് റെസ്പോണ്ടന്റ് സുപ്പീരിയർ. റെസ്പോണ്ടന്റ് സുപ്പീരിയർ എന്ന് പറഞ്ഞാൽ സുപ്പീരിയർ റെസ്പോണ്ട് ചെയ്യട്ടെ എന്ന് പറയില്ലേ, പ്രതികരിക്കട്ടെ എന്ന്. അപ്പോൾ സുപ്പീരിയർ ആരാ, മുകളിലുള്ള ആൾ. ഇവിടെ ആരായിരിക്കും സുപ്പീരിയർ, മാസ്റ്റർ എന്ന് പറയുന്ന വ്യക്തി. അപ്പൊ മാസ്റ്റർ റെസ്പോണ്ട് ചെയ്യട്ടെ, അപ്പൊ സുപ്പീരിയർ ആയിട്ടുള്ള വ്യക്തി റെസ്പോണ്ട് ചെയ്യട്ടെ എന്നാണ് പറയുന്നത്. അതായത് പ്രിൻസിപ്പിള് ആൻസർ ചെയ്യട്ടെ, അയാൾ ഉത്തരവാദിയാവട്ടെ, അയാൾ ഇതിന് കാര്യം പറയട്ടെ, അതാണ് അവിടെ പറയുന്നത്. ലെറ്റ് ദ പ്രിൻസിപ്പിൾ ആൻസർ, പ്രിൻസിപ്പിൾ ആയിട്ടുള്ള വ്യക്തി ആൻസർ ചെയ്യട്ടെ, അല്ലെങ്കിൽ ലെറ്റ് ദ പ്രിൻസിപ്പിൾ ലയബിൾ, പ്രിൻസിപ്പിൾ അവിടെ ലയബിൾ ആവട്ടെ, അതാണ് ഇവിടുത്തെ മീനിങ്. നമ്മൾ ഏജന്റ് പ്രിൻസിപ്പിൾ എന്നൊക്കെ പറയില്ലേ, ഏജന്റ് എന്ന് പറയുമ്പോൾ എന്താ, പ്രിൻസിപ്പിളിന്റെ ബെനിഫിറ്റിന് വേണ്ടി ഒരു കാര്യം ചെയ്യുന്ന വ്യക്തിയാണ് ഏജന്റ്. അപ്പൊ അങ്ങനെ പ്രിൻസിപ്പിൾ അവിടെ ലയബിൾ ആവട്ടെ, അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ആൻസർ ഉത്തരവാദിയാവട്ടെ, അതിന് ആൻസർ ചെയ്യട്ടെ എന്നാണ് ഈ ഒരു റെസ്പോണ്ടന്റ് സുപ്പീരിയറിന്റെ മീനിങ്. അപ്പൊ ഇതിലും പറയുന്നത് എന്താണ്, മാസ്റ്ററിന്റെ ലയബിലിറ്റി ആണ് പറയുന്നത്. മാസ്റ്ററും സെർവന്റും ജോയിന്റ്ലി ആൻഡ് സെവറലി ലയബിൾ ആണെന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. കാരണം ഇവർ രണ്ടുപേരും ജോയിന്റ് ടോർട്ട്ഫീസേഴ്സ് ആയിട്ടാണ് കണക്കാക്കുന്നത്. നമുക്ക് ഈ ഒരു കോൺസെപ്റ്റില് സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് ജോയിന്റ് ടോർട്ട്ഫീസേഴ്സ്. ജോയിന്റ് ടോർട്ട്ഫീസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ടോർട്ട് കമ്മിറ്റ് ചെയ്യുന്ന വ്യക്തിയെ നമ്മൾ എന്തെന്ന് പറയും, ടോർട്ട്ഫീസർ എന്ന് പറയും. ടോർട്ട് കമ്മിറ്റ് ചെയ്യുന്ന വ്യക്തി, നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പറഞ്ഞു, അത് ടോർട്ട് കമ്മിറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് ടോർട്ട്ഫീസർ. ക്രൈം കമ്മിറ്റ് ചെയ്യുന്ന വ്യക്തി ക്രിമിനൽ അല്ലെങ്കിൽ അക്യൂസ്ഡ് ഒഫൻഡർ എന്നൊക്കെ പറയണ പോലെ ഇവിടെ എന്ത് ചെയ്യും, ടോർട്ട് കമ്മിറ്റ് ചെയ്യുന്ന വ്യക്തിയെ നമ്മൾ ടോർട്ട്ഫീസർ എന്ന് പറയും. ഇപ്പൊ രണ്ടുപേരും കൂടി ഒരേ ഇന്റൻഷനോട് കൂടി ഒരേ ഉദ്ദേശത്തോടു കൂടി ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും, ജോയിന്റ് ടോർട്ട്ഫീസേഴ്സ് എന്ന് പറയും. അപ്പൊ ഇവിടെ ഇവര് ജോയിന്റ്ലി ആൻഡ് സെവറലി എന്ത് ചെയ്യും, ഇവർ ലയബിൾ ആകുന്നതാണ് ഈ റെസ്പോണ്ടന്റ് സുപ്പീരിയർ മാക്സിം അനുസരിച്ച്. ഈ രണ്ട് മാക്സിമാണ് ടോർഷ്യസ് ലയബിലിറ്റി ഒരു പേഴ്സണിൽ എറൈസ് ചെയ്യാനായിട്ട്, വൈക്കാരിയസ്ലി ഒരു വ്യക്തിയിൽ മാസ്റ്ററിൽ ടോർഷ്യസ് ലയബിലിറ്റി എറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബേസ് ചെയ്തിട്ടുള്ള രണ്ട് മാക്സിംസ്. ഒന്ന് ക്യുഫാസിഡ് പെരാലിയോ ഫാസിഡ് പേഴ്സൺ, സെക്കൻഡ് വൺ റെസ്പോണ്ടന്റ് സുപ്പീരിയർ. ഇനി നമ്മൾ പറഞ്ഞു ഇവർ തമ്മിൽ ഒരു മാസ്റ്റർ സെർവന്റ് റിലേഷൻഷിപ്പ് ആയിരിക്കണം. അപ്പൊ നിർബന്ധമായിട്ടും എന്തായിരിക്കണം, മാസ്റ്റർ സെർവന്റ് റിലേഷൻഷിപ്പ് തന്നെയായിരിക്കണം ഇവർ തമ്മിൽ ഉണ്ടാവേണ്ടത്. അതല്ലാതെ ഇപ്പൊ ഒരു ഇൻഡിപെൻഡന്റ് കോൺട്രാക്ടർ ആണെന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ അവിടെ ആവില്ല. ഇപ്പൊ ഇൻഡിപെൻഡന്റ് കോൺട്രാക്ടിന് എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നിങ്ങളുടെ ഡ്രൈവറിനെ വെച്ചിട്ട്
നിങ്ങൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് എന്തെങ്കിലും പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ മാസം ശമ്പളം കൊടുക്കുക ഡ്രൈവറിന്. അപ്പോൾ അതിലെന്തെങ്കിലും റോങ്ഫുൾ ആക്ട് ഇയാൾ ചെയ്തു കഴിഞ്ഞാൽ, ആ കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റിൽ ഇയാൾ ചെയ്തു കഴിഞ്ഞാൽ മാസ്റ്റർ എന്ന രീതിയിൽ നിങ്ങൾ ലയബിൾ ആവും. പക്ഷേ നമ്മളൊരു ഊബർ ടാക്സി അല്ലെങ്കിൽ ഒരു ഒലയൊക്കെ ടാക്സി ഒക്കെ എടുത്തിട്ട് നമ്മൾ പോവാന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ആ പോകുന്ന വഴിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ റെസ്പോൺസിബിൾ ആവണോ? വേണ്ട. അയാളൊരു ഇൻഡിപെൻഡന്റ് കോൺട്രാക്ടറാ. അയാൾക്ക് ഈ ഒരു പോയ ആ ഒരു ട്രാവലിങ്ങിന് ചാർജ് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. അതല്ലാതെ നമ്മുടെ ഡ്രൈവറായിട്ട് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന, നമ്മുടെ ഡയറക്ഷൻസ് അനുസരിച്ച് ഏത് രീതിയിൽ വണ്ടി ഓടിക്കണം, എങ്ങനെ പോകണം, വണ്ടിക്ക് എത്ര പെട്രോൾ അടിക്കണം, ഇതൊന്നും നമ്മളല്ലല്ലോ പറയുന്നത്. അപ്പൊ നമ്മുടെ ഡയറക്ഷൻസും കൺട്രോൾ അനുസരിച്ചല്ല ഇയാൾ പ്രവർത്തിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അയാളുടെ ഒരു മാസ്റ്റർ ആണ് എന്ന് പറയാൻ പറ്റില്ല. ആൾ ഒരു ഇൻഡിപെൻഡന്റ് കോൺട്രാക്ടർ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ മാസ്റ്റർ സെർവന്റ് റിലേഷൻഷിപ്പ് തന്നെ വേണം. ആ സെർവന്റ് എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡന്റ് കോൺട്രാക്ടർ ആണ് എങ്കിൽ ഈ മാസ്റ്റർ ആയിട്ടുള്ള വ്യക്തി അവിടെ വൈക്കാരിയസ്ലി ലയബിൾ ആവില്ല. അപ്പൊ അവിടെ എന്താണ് ഉണ്ടാവാൻ പാടില്ല? ഇത് ടോർട്ട് കമ്മിറ്റ് ചെയ്തത് സെർവന്റ് തന്നെ ആയിരിക്കണം. സെർവന്റ് ആയിരിക്കണം, മാസ്റ്ററിന്റെ സെർവന്റ് തന്നെ ആയിരിക്കണം ടോർട്ട് കമ്മിറ്റ് ചെയ്ത്, അല്ലാതെ ഒരു ഇൻഡിപെൻഡന്റ് കോൺട്രാക്ടർ ആവരുത്. ഇൻഡിപെൻഡന്റ് കോൺട്രാക്ടർ ആണ് എങ്കിൽ ഇൻഡിപെൻഡന്റ് കോൺട്രാക്ടറിന് തന്നെ ആയിരിക്കും ലയബിലിറ്റി. ഈ മാസ്റ്ററിനെ പിടിച്ച് വൈക്കാരിയസ്ലി നമുക്ക് ലയബിൾ ആക്കാൻ പറ്റില്ല ഈ ഒരു മാക്സിംസിന്റെ അണ്ടറിൽ. അപ്പൊ അതൊന്ന് ഓർക്കുക. മാസ്റ്റർ ലയബിൾ ആവുന്ന സെർവന്റ് ചെയ്യുന്ന ടോർഷ്യസ് ആക്ടുകൾക്ക് മാത്രമാണ്, അതും കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റിൽ ചെയ്യുന്നത്. അതല്ലാതെ ഇൻഡിപെൻഡന്റ് കോൺട്രാക്ടർ ചെയ്യുന്നതാണ് എങ്കിൽ അതിന് മാസ്റ്ററിന് ലയബിലിറ്റി വരുന്നില്ല. അപ്പൊ ഇൻഡിപെൻഡന്റ് കോൺട്രാക്ടർ എന്ന് പറയുന്നത് എപ്പോഴും ഇൻഡിപെൻഡന്റ് കോൺട്രാക്ടർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ പ്രത്യേകത എന്താ? ഈ മാസ്റ്ററിന്റെ ഡയറക്ഷൻസും കൺട്രോളും അനുസരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിയല്ല. നമ്മൾ ഊബറിൽ പോകുന്നു അല്ലെങ്കിൽ ഒലേ ടാക്സി പോകുന്നു എന്നൊക്കെ പറയുന്ന അതേ സിറ്റുവേഷൻ. മാസ്റ്ററിന്റെ ഡയറക്ഷൻസും കൺട്രോളും അനുസരിച്ചല്ല, നമ്മുടെ ഡയറക്ഷൻസും കൺട്രോളും അനുസരിച്ചാണ് പുള്ളി പ്രവർത്തിക്കുന്നത്, അല്ലല്ലോ. അപ്പൊ ആ ഒരു ഡയറക്ഷൻസ് ആൻഡ് കൺട്രോൾ അനുസരിച്ച് പ്രവർത്തിക്കാത്ത ഒരു വ്യക്തി, ആക്ട് ചെയ്യാത്ത ഒരു വ്യക്തിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കോൺട്രാക്ടർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു കോൺട്രാക്ടർ എന്തെങ്കിലും കാര്യങ്ങൾ ഏർപ്പെടുകയാണ് എങ്കിൽ അതെന്ന് പറയുന്നത് എന്താവില്ല? ആ ഒരു മാസ്റ്ററിന് ലയബിലിറ്റി വരില്ല. ടോർഷ്യസ് ആക്ടിന് മാസ്റ്ററിന് ലയബിലിറ്റി വരില്ല എന്നുള്ളതാണ്. പിന്നെ അതിലൊരു കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസ് നിങ്ങൾ നോക്കേണ്ടതാണ്. മോർഗൻ വേഴ്സസ് ഇൻകോർപ്പറേറ്റഡ് സെൻട്രൽ കൗൺസിലിന്റെ കേസ്. മോർഗൻ വേഴ്സസ് ഇൻകോർപ്പറേറ്റഡ് സെൻട്രൽ കൗൺസിൽ. ഈ കേസിൽ എന്തായിരുന്നു എന്ന് വെച്ചാൽ, പ്ലെയിന്റിഫ് ആയിട്ടുള്ള ഒരു വ്യക്തി, അതായത് പരാതി കൊടുത്ത ആള് ഈ ഓപ്പോസിറ്റ് വ്യക്തിയുടെ ആർക്കെഗനിസ്റ്റ് ആണോ പരാതി കൊടുത്തത്, അയാളുടെ പ്രിമൈസസിൽ, അയാളുടെ പ്രോപ്പർട്ടിയിൽ ചെല്ലുന്നു. അങ്ങനെ അയാളുടെ പ്രോപ്പർട്ടിയിൽ ചെല്ലുന്ന സമയത്ത് അവിടെ ലിഫ്റ്റിൽ നിന്ന് വീണിട്ട് ഇയാൾക്ക് അപകടം ഉണ്ടാവുന്നു, ഇഞ്ചുറി പറ്റുന്നു. അപ്പൊ ആ ഒരു ഓപ്പൺ ഷാഫ്റ്റ് ലിഫ്റ്റിൽ നിന്നും വീണ് ഇയാൾക്ക് ഇഞ്ചുറി പറ്റിയപ്പോൾ ഈ ഒരു ഡിഫൻഡന്റ് എഗനിസ്റ്റ് ആയിട്ട് ഇയാൾ കൊണ്ട് കേസ് കൊടുത്തു. പ്ലെയിന്റിഫ് കൊണ്ട് ഇഞ്ചുറി പറ്റിയവൻ കൊണ്ട് കേസ് കൊടുത്തു. അങ്ങനെ കൊടുത്ത സമയത്ത് ഈ ഡിഫൻഡന്റ് ഓൾറെഡി ലിഫ്റ്റിന്റെ പണിയും മെയിൻ്റനൻസും കാര്യങ്ങളും ഒക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നത്, ലിഫ്റ്റ് പ്രോപ്പർ ആയിട്ട് വെക്കാനായിട്ട് ജോലി കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കോൺട്രാക്ടറിനാണ്. പുള്ളിയുടെ ഡയറക്ഷൻസും കൺട്രോൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിക്ക് അല്ല കൊടുത്തത്, ഒരു ഇൻഡിപെൻഡന്റ് കോൺട്രാക്ടറിനാണ്. അപ്പൊ ഈ ഇൻഡിപെൻഡന്റ് കോൺട്രാക്ടറിന്റെ ഭാഗത്ത് നിന്ന് കൊണ്ട് പ്രോപ്പർ ആയിട്ട് ലിഫ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാഞ്ഞത് കൊണ്ട് ഈ പ്രിമൈസസിൽ വന്ന പ്ലെയിന്റിഫ് അവിടെ വീഴുകയും പ്രിമൈസസിന് അവിടെ ഇഞ്ചുറി പറ്റുകയും ചെയ്തു. അപ്പൊ അതില് ഇൻഡിപെൻഡന്റ് കോൺട്രാക്ടർ പ്രോപ്പർ സേഫ് കണ്ടീഷനിൽ ലിഫ്റ്റ് വെക്കാഞ്ഞത് കൊണ്ട് തന്നെ ആരെ ലയബിൾ ആയത്? ഡിഫൻഡന്റിനെ ലയബിൾ ആക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ഡിഫൻഡന്റ് എന്ത് പറഞ്ഞു? ഡിഫൻഡന്റിനെ പിടിച്ച് ലയബിൾ ആക്കാനായിട്ട് കേസ് കൊടുത്തപ്പോൾ ഡിഫൻഡന്റ് പറഞ്ഞു ഇത് ഇൻഡിപെൻഡന്റ് കോൺട്രാക്ടറിന്റെ ലയബിലിറ്റി ആണ്, അതല്ലാതെ എന്റെ സെർവന്റ് അല്ല ചെയ്ത്, സോ മാസ്റ്റർ എന്ന രീതിയിൽ എനിക്ക് അവിടെ ലയബിലിറ്റി വരില്ല എന്ന്. ഇപ്പൊ കോടതി ഈ കേസിൽ പറഞ്ഞു ഇൻഡിപെൻഡന്റ് കോൺട്രാക്ടേഴ്സ് ആണ് വർക്ക് ചെയ്തത്, സോ അതുകൊണ്ട് തന്നെ മാസ്റ്റർ ലയബിൾ ആവില്ല, വൈക്കാരിയസ്ലി ലയബിൾ ആവില്ല. അതായത് ആ ലിഫ്റ്റ് റിപ്പയറും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന ഇൻഡിപെൻഡന്റ് കോൺട്രാക്ടർ എന്ന് പറയുമ്പോൾ ഈ ഡിഫൻഡന്റിന്റെ കൺട്രോളും ഡയറക്ഷൻസ് അനുസരിച്ച് പ്രവർത്തിച്ചവരല്ല. സോ അതുകൊണ്ട് തന്നെ ഡിഫൻഡന്റ് അവിടെ ലയബിൾ ആവില്ല, ഇൻഡിപെൻഡന്റ് കോൺട്രാക്ടർ ആയിട്ടുള്ള വ്യക്തിയാണ് അവിടെ ലയബിൾ ആവുന്നത്. അതായത് മാസ്റ്ററിന് ലയബിലിറ്റി കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ കേസാണത്. ഇനി ഈ നമ്മൾ വൈക്കാരിയസ് ലയബിലിറ്റിയുടെ പ്രിൻസിപ്പിൾ തന്നെ നമ്മൾ ഹോസ്പിറ്റൽ അതോറിറ്റീസുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ പഠിക്കാനായിട്ട് സിലബസിൽ തന്നിട്ടുണ്ട്. ഹോസ്പിറ്റൽ അതോറിറ്റീസിന്റെ കേസിൽ വരുമ്പോൾ എങ്ങനെയാണ് ഈ വൈക്കാരിയസ് ലയബിലിറ്റി നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ വൈക്കാരിയസ് ലയബിലിറ്റി ഹോസ്പിറ്റൽ അതോറിറ്റിയുടെ കേസിൽ വരുമ്പോൾ നിങ്ങൾക്കറിയാം, ഹോസ്പിറ്റലിൽ ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു അവിടെ നിന്നുണ്ടായ ഒരു പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ഓപ്പറേഷൻ ചെയ്യാഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ട്രീറ്റ്മെന്റ് തരാഞ്ഞുകൊണ്ടോ ഒക്കെ എന്തെങ്കിലും നമുക്ക് നമ്മുടേതായ രീതിയിൽ എന്തെങ്കിലും ഒരു നമുക്ക് എഗനിസ്റ്റ് ഒരു റോങ് സംഭവിക്കുകയാണ്. അങ്ങനെ ഒരു റോങ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഹോസ്പിറ്റൽ അതോറിറ്റിനെ പിടിച്ച് ലയബിൾ ആക്കോ, ആ ഡോക്ടറിനെ പിടിച്ച് ലയബിൾ ആക്കോ? ആർക്ക് കൊടുക്കും? ഹോസ്പിറ്റൽ അതോറിറ്റിക്ക് കൊടുക്കാൻ പറ്റുമോ? ഡോക്ടറിന് അഗൻസ്റ്റ് കൊടുക്കോ? ചില സിറ്റുവേഷനിൽ നമ്മൾ ഡോക്ടറിന് കൊടുക്കുന്ന സമയത്ത് ഡോക്ടർ അവിടെ ലയബിൾ ആവില്ല, ഹോസ്പിറ്റൽ അതോറിറ്റി ആയിരിക്കും ലയബിൾ ആവുന്നത്. അതെന്തുകൊണ്ടായിരിക്കും? ആ ഹോസ്പിറ്റൽ അതോറിറ്റി എന്ന് പറയുന്നത് ഈ ഡയറക്ഷൻസ് കൊടുത്ത പ്രകാരമായിരിക്കും ഈ ഒരു ഡോക്ടർ അവിടെ
പ്രവർത്തിച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള കേസിൽ ആർക്കും കൂടി ലയബിലിറ്റി വരുന്നുണ്ട്? ഈ ഹോസ്പിറ്റൽ അതോറിറ്റീസിനും വൈക്കാരിയസ്ലി മാസ്റ്റർ എന്ന രീതിയിൽ ലയബിലിറ്റി അവിടെ അറൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അത് കുറച്ച് കേസ് ക്ലോസ് ത്രൂ ആണ് നമ്മൾ ഹോസ്പിറ്റൽ അതോറിറ്റീസിന്റെ വൈക്കാരിയസ് ലയബിലിറ്റിയിലേക്ക് പോകുന്നത്. അതായത് ഹോസ്പിറ്റൽ അതോറിറ്റി എന്ന് പറയുന്നത് അവിടുത്തെ ഹോസ്പിറ്റലിലെ സർവൻസ് ആരായിരിക്കും? ഡോക്ടേഴ്സ്, നഴ്സസ്, ഇങ്ങനെയുള്ള ആളുകൾ. അപ്പൊ അവര് ചെയ്തിട്ടുള്ള ആ ഒരു അവരുടെ ഡയറക്ഷൻസ് പ്രകാരം പ്രവർത്തിച്ചിട്ടുള്ള സർവൻസ് ചെയ്തിട്ടുള്ള റോങ്ഫുൾ ആക്ടുകൾക്ക് ഈ ഒരു ഹോസ്പിറ്റൽ അതോറിറ്റീസിന് ലയബിലിറ്റി വരുന്നുണ്ട്. അതിന്റെ കുറച്ച് കേസാണ്. ഹില്ലർ വേഴ്സസ് ബാർത്തലോമസ് ഹോസ്പിറ്റലിന്റെ കേസ് ഉണ്ട്. ലിൻസി കൗണ്ടി കൗൺസിൽ വേഴ്സസ് മാർഷലിന്റെ കേസ്, കസീഡി വേഴ്സസ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത്, ഇങ്ങനെ കുറച്ച് കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ കസീഡി വേഴ്സസ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആ കേസ് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസാണ്. അത് നമുക്ക് നോക്കാം. ഈ കേസിൽ ഈ പരാതിക്കാരൻ പ്ലെയിന്റിഫ് ആയിട്ടുള്ള വ്യക്തി ഒരു ഹോസ്പിറ്റലിൽ അയാളുടെ 2 ഫിംഗേഴ്സും ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് പോവുകയാണ്. അതിനെ സംബന്ധിച്ച് ട്രീറ്റ്മെന്റിന് പോയ സമയത്ത് ഒരു കയ്യിലെ 2 ഫിംഗേഴ്സിന് ട്രീറ്റ്മെന്റിന് പോയി. അവിടെ ചെന്ന സമയത്ത് ഡോക്ടറിന്റെ കെയർലെസ്നെസ് കാരണം, അതായത് ഡോക്ടർ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ കെയർ ചെയ്യാഞ്ഞതുകൊണ്ട് അതുവഴിയായിട്ട് ഓപ്പറേഷൻ ചെയ്തപ്പോൾ ഇയാളുടെ എല്ലാ ഫിംഗേഴ്സും യൂസ്ലെസ് ആയിട്ട് പോയി, പിന്നെ വർക്കിംഗ് അല്ലാതെ വന്നു. അപ്പൊ അങ്ങനെ വന്ന സമയത്ത് ഇയാൾ ഹോസ്പിറ്റൽ അതോറിറ്റീസിന് ലയബിൾ ആണെന്നും പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റൽ അതോറിറ്റീസിന് എഗനിസ്റ്റ് ആണ് കൊണ്ട് കേസ് കൊടുത്തത്. അപ്പൊ ഈ കേസിൽ കോടതി പറഞ്ഞത് ഹോസ്പിറ്റൽ അതോറിറ്റീസ് ആണ് ലയബിൾ. കാരണം ഡോക്ടർ എന്ന് പറയുന്നത് ഈ ഒരു സെർവന്റ് ആയിട്ടാണ്, ഹോസ്പിറ്റൽ അതോറിറ്റിയുടെ സെർവന്റ് ആയിട്ട്, അതായത് ഹോസ്പിറ്റൽ അതോറിറ്റിയുടെ ഡയറക്ഷൻസ് ആൻഡ് കൺട്രോൾ പ്രകാരം പ്രവർത്തിച്ച വ്യക്തിയാണ് ഡോക്ടർ. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽ അതോറിറ്റീസ് വൈക്കാരിയസ്ലി ലയബിൾ ആകും. ഒരു റെസ്പോണ്ടന്റ് സുപ്പീരിയർ, നമ്മുടെ ക്യുഫാസിക് പെറാലിയം ഫാസിക് പേഴ്സെ പോലെ അല്ലെങ്കിൽ റെസ്പോണ്ടന്റ് സുപ്പീരിയർ പോലെ പ്രിൻസിപ്പൾ ആൻസർ ചെയ്യട്ടെ. ഇതിൽ ആരാണോ സുപ്പീരിയർ ആയിട്ടുള്ള വ്യക്തി അവർ ആൻസർ ചെയ്യട്ടെ. ആരെ സുപ്പീരിയർ? ഡോക്ടർ പ്രവർത്തിച്ചത് തന്നെ ഈ ഒരു മാസ്റ്റർ എന്ന രീതിയിലുള്ള നമ്മുടെ ഹോസ്പിറ്റൽ അതോറിറ്റിയുടെ ഡയറക്ഷൻസും കൺട്രോളും പ്രകാരമാണ്. സോ അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽ അതോറിറ്റിയാണ് ഇവിടെ ലയബിൾ എന്ന് പറഞ്ഞ കേസാണ്. വൈക്കാരിയസ് ലയബിലിറ്റിയുടെ ആ ഒരു ആപ്ലിക്കേഷൻ കിട്ടി, ഡോക്ടറിനല്ലാതെ ആർക്ക് ലയബിലിറ്റി വന്നു? ഈ പറയുന്ന ഹോസ്പിറ്റൽ അതോറിറ്റീസിന് ലയബിലിറ്റി വന്ന കേസാണ്. ചില സിറ്റുവേഷനിൽ ഡോക്ടറിന് തന്നെ ലയബിലിറ്റി വരും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഡോക്ടർ എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ അതോറിറ്റിയുടെ ഡയറക്ഷൻസും കൺട്രോളും പ്രകാരം അല്ല പ്രവർത്തിക്കുന്നെങ്കിൽ, ഇപ്പൊ ഞാൻ പറയാം, പുള്ളി സെപ്പറേറ്റ് ആയിട്ട് അവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല ഹോസ്പിറ്റലിലും ഇപ്പോൾ ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഡോക്ടർ വരുന്നത്, അല്ലാണ്ട് മാസം മാസം അവിടെ ശമ്പളം കൊടുത്തിരുത്തിയേക്കുന്നതല്ല. അതായത് ഫിക്സഡ് സാലറി കൊടുത്തിരിക്കുന്നൊന്നുമല്ല, ഒരു ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഈ ഒരു ഡോക്ടർ വരുന്നു. ഇപ്പോൾ റെപ്യൂട്ടഡ് ആയിട്ടുള്ള വലിയ വലിയ ഹോസ്പിറ്റലിലൊക്കെ ഇങ്ങനെ സീനിയർ ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ കണ്ടിട്ടില്ല, നിങ്ങൾ ആ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം വരുന്നു, ചെയ്തു കഴിഞ്ഞു പോരുന്നു. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ അങ്ങനെയുള്ള ആളുകളാണ് എങ്കിൽ, അതായത് അവർക്ക് ആ ചെയ്ത ഓപ്പറേഷനുള്ള എമൗണ്ട് അങ്ങനെയാണ് അവർക്ക് കൊടുക്കുന്നത്. അതല്ലാതെ അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് അവിടെ ചെയ്യുന്ന ഇൻഡിപെൻഡന്റ് കോൺട്രാക്ടേഴ്സിനെ പോലെയാണ്. അല്ലാതെ ഫിക്സഡ് സാലറി കൊടുത്ത് ഇവരുടെ ഹോസ്പിറ്റലിന്റെ ഡയറക്ഷൻസും കൺട്രോളും പ്രകാരം കംപ്ലീറ്റ്ലി അതിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നവരല്ല. അങ്ങനെയാണെങ്കിൽ മാസ്റ്റർ സെർവന്റ് എന്ന് പറയുന്ന റിലേഷൻഷിപ്പ് അവിടെ വരുള്ളൂ. അതല്ലാത്തടത്തോളം കാലം ഒരു ഇൻഡിപെൻഡന്റ് കോൺട്രാക്ടറാണ്. ഇൻഡിപെൻഡന്റ് കോൺട്രാക്ടർ ചെയ്ത കാര്യങ്ങളിൽ ആ ഡോക്ടർ ഇൻഡിപെൻഡന്റ് കോൺട്രാക്ടർ ആയിട്ട് പ്രവർത്തിച്ചെങ്കിൽ ഡോക്ടർ തന്നെ ലയബിൾ ആവും. അവിടെ മാസ്റ്റർ എന്ന രീതിയിലുള്ള ലയബിലിറ്റി ഹോസ്പിറ്റൽ അതോറിറ്റീസിന് വരില്ല. അപ്പൊ അങ്ങനെ ഒരു കേസ് കൂടി നമുക്ക് നോക്കാം. ഈ കേസിൽ ഹില്ലർ വേഴ്സസ് സെന്റ് ബാർത്തലോമസ് ഹോസ്പിറ്റലിന്റെ കേസ്. അപ്പൊ ഈ ഒരു കേസിൽ ഇംഗ്ലീഷ് കേസാണ് ടോപ്പ്. ഈ കേസിൽ എന്തായിരുന്നു എന്ന് വെച്ചാൽ ഈ ഒരു ഹോസ്പിറ്റൽ അതോറിറ്റി ആണോ ലയബിൾ, ഡോക്ടർ ആണോ ലയബിൾ, ഇതായിരുന്നു മെയിൻ ആയിട്ട് ഈ കേസിൽ കണ്ടുപിടിക്കേണ്ടത്. ഈ കേസിൽ സെർവന്റ് എന്ന് പറയുന്നത് വ്യക്തി ആരായിരിക്കണം? എപ്പോഴും മാസ്റ്ററിന്റെ ഡയറക്ഷൻസും കൺട്രോളും പ്രകാരം പ്രവർത്തിക്കുന്ന വ്യക്തിയെ നമുക്ക് സെർവന്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിൽ ഡോക്ടർ എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ സർവീസ് അവിടെ ചെയ്തിട്ടുള്ള വ്യക്തി, അതായത് ഇയാൾ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം, പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഡോക്ടർ അവിടെ വരുന്നത്. അതല്ലാതെ ഡയറക്ട്ലി ഹോസ്പിറ്റൽ അതോറിറ്റീസിന്റെ കൺട്രോളും ഡയറക്ഷൻസും പ്രകാരം അല്ല ഇയാൾ അവിടെ എല്ലാ കാര്യങ്ങളും പ്രവർത്തിച്ച് ചെയ്തുകൊണ്ടിരുന്നത്, സർവീസസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു നമ്മുടെ വൈക്കാരിയസ് ലയബിലിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ചുകൊണ്ട് പ്രിൻസിപ്പിൾ ലയബിൾ ആവട്ടെ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അതോറിറ്റി ലയബിൾ ആവട്ടെ എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ? ഇതൊരു ഇൻഡിപെൻഡന്റ് കോൺട്രാക്ടർ, ആ പ്രൊഫഷണൽ സർവീസ് ചെയ്യാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം വരുന്ന. അതുകൊണ്ട് ഇവിടെ ഹോസ്പിറ്റൽ അതോറിറ്റി അല്ല ലയബിൾ, ആ ഒരു ഡോക്ടറാണ് ലയബിൾ ആവുന്നതെന്ന് പറഞ്ഞു. വൈക്കാരിയസ് ലയബിലിറ്റിയുടെ പ്രിൻസിപ്പിൾ ഇവിടെ അപ്ലൈ ചെയ്ത് ഹോസ്പിറ്റൽ അതോറിറ്റീസിനെ ഡോക്ടറിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയ്ക്ക് അല്ലെങ്കിൽ ഡോക്ടറിന്റെ ഭാഗത്തുണ്ടായ നെഗ്ലിജൻസിന് ഹോസ്പിറ്റൽ അതോറിറ്റിനെ ലയബിൾ ആക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാണ്. കാരണം ഇൻഡിപെൻഡന്റ് കോൺട്രാക്ടേഴ്സ് ആയിട്ടാണ് ഡോക്ടേഴ്സിനെ ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു കേസിൽ വന്നത്. കാരണം അവർ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം വന്നതായതുകൊണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കേസ് ഉണ്ട്, ലിൻസി കൗണ്ടി കൗൺസിൽ വേഴ്സസ് മാർഷൽ. ഈ കേസിൽ ലിൻസി കൗണ്ടി കൗൺസിൽ വേഴ്സസ് മാർഷൽ, ഈ കേസിൽ എന്താണെന്ന് വെച്ചാൽ പ്ലെയിന്റിഫിനെ ഒരു ഹോസ്പിറ്റൽ റൂമിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പൊ ആ ഹോസ്പിറ്റൽ റൂമിൽ അഡ്മിറ്റ് ചെയ്ത സമയത്ത് തൊട്ടടുത്തുള്ള റൂമിൽ
അവിടെ ഓൾറെഡി വേറെ ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ആയി പോയതാണ്. അവർക്ക് ഇങ്ങനെ പകരുന്ന തരത്തിലുള്ള പനിയൊക്കെയുള്ള ഒരു പേഷ്യന്റ് ആയിരുന്നു അവിടെ കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് കഴിയുമ്പോഴേക്ക് എന്ത് ചെയ്യണം, ഈ പറയുന്ന രീതിയിൽ ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് പ്രോപ്പർ ആയിട്ടുള്ള റൂം ആ രീതിയിൽ ഡിസിൻഫെക്ട് ചെയ്യണമായിരുന്നു. ഇതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഡിസിൻഫെക്ട് ചെയ്യാതെ തന്നെ പ്ലെയിന്റിഫിനെ ആ സെയിം റൂമിൽ തന്നെ കൊണ്ട് പരാതിക്കാരനെ കൊണ്ട് അഡ്മിറ്റ് ആക്കുന്നു. അങ്ങനെ അഡ്മിറ്റ് ആക്കുന്ന വഴിയായിട്ട് പുള്ളിനോട് ആ കാര്യത്തെ പറ്റി ഒന്നും പറയുന്നില്ല. ഇതിങ്ങനെ ഒരാൾ കിടന്നതാണ്, ഇതൊന്നും അറിയിക്കാതെ പുള്ളി അവിടെ കൊണ്ട് കിടത്തുന്നു. ഈ പറയുന്ന ആൾക്ക് ഈ പറയുന്ന അസുഖം വരുന്നു, പനി വരുന്നു. അതായത് ഡിസിൻഫെക്ട് ചെയ്യാഞ്ഞുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻ ബാധിച്ച് ഇയാൾക്കും പനി വരുന്നു. അപ്പൊ ഇതില് ഹോസ്പിറ്റൽ അതോറിറ്റി ലയബിൾ. ഇപ്പൊ നേഴ്സ് ആണ് അല്ലെങ്കിൽ അറ്റൻഡേഴ്സ് ആണ് അങ്ങനെ ചെയ്തതെങ്കിലും ഇത് ഹോസ്പിറ്റൽ അതോറിറ്റിയുടെ ഡയറക്ഷൻസ് പ്രകാരമല്ലേ ചെയ്തേ. സോ ഇവിടെ മാസ്റ്റർ എന്ന രീതിയിൽ ഹോസ്പിറ്റൽ അതോറിറ്റീസ് വൈക്കാരിയസ്ലി ലയബിൾ ആകും. കാരണം ഹോസ്പിറ്റൽ അതോറിറ്റീസിന്റെ ലയബിലിറ്റി അവിടെ വന്ന്, കാരണം അവിടുത്തെ സെർവൻസ് വർക്ക് ചെയ്ത് ഹോസ്പിറ്റൽ അതോറിറ്റിയുടെ ഡയറക്ഷൻസും കൺട്രോളും പ്രകാരമാണ്, അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ്. സോ അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽ അതോറിറ്റി വൈക്കാരിയസ്ലി ലയബിൾ ആകും. അതായത് കൗണ്ടി കൗൺസിൽ എന്ന് പറയുന്ന അതോറിറ്റി, ഹോസ്പിറ്റൽ അതോറിറ്റി ലയബിൾ ആകും എന്ന് പറഞ്ഞ കേസാണ്. സോ അങ്ങനെയുള്ള കുറച്ച് കേസസും കൂടി ഉണ്ട്. ടെക്സ്റ്റിൽ നിങ്ങൾ റെഫർ ചെയ്തിട്ട് ബാക്കിയുള്ള കുറച്ച് കേസും കൂടി നോക്കി വെക്കുക. കാരണം ഈ ഒരു ഹോസ്പിറ്റൽ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രോബ്ലം സോൾവിങ്ങിന് ക്വസ്റ്റ്യൻസ് കണ്ടുവരാറുള്ളതാണ് സാധാരണ. ഇനി അടുത്തൊരു സിറ്റുവേഷൻ ആണ്, നമ്മൾ സെർവൻ്റ് ആണ്, ആക്ച്വലി ഈ പറയുന്ന മാസ്റ്ററിന്റെ സെർവൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അതായത് എൻ്റെ ഒരു മാസ്റ്ററിന് വേണ്ടി വർക്ക് ചെയ്യുന്ന വ്യക്തിയായിരുന്നു ഞാൻ. പെട്ടെന്നൊരു ദിവസം ഈ മാസ്റ്റർ എന്നെ പിടിച്ചത് വേറൊരാൾക്ക് ലെൻഡ് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെ ലെൻഡ് ചെയ്യുവാണെങ്കിൽ, അതായത് പെട്ടെന്ന് ഒരു ദിവസം എന്നെ മാസ്റ്റർ ലെൻഡ് ചെയ്യാണ് വേറൊരാൾക്ക് വേണ്ടിയിട്ട്, വേറൊരു മാസ്റ്ററിന് വേണ്ടിയിട്ട് കൊടുക്കാണ്. ഇപ്പൊ നമ്മളിപ്പോ ഈ എന്താ പറയാ, ഈ ട്രാക്ടറൊക്കെ ഓടിക്കാനായിട്ടുള്ളത്, ട്രാക്ടർ നമുക്ക് കുറെ ട്രാക്ടേഴ്സ് ഒക്കെ ഉള്ള ഒരു ആളാണ് ഞാൻ, ഒരു മുതലാളിയാണ് ഞാൻ. അപ്പൊ ഈ പറയുന്ന ട്രാക്ടേഴ്സും എന്റെ ട്രാക്ടർ ഡ്രൈവറിനെയൊക്കെ കൂടി ഞാൻ പെട്ടെന്ന് ഒരാൾക്ക് ഒരു ദിവസത്തേക്ക് അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. കാരണം എനിക്കിപ്പോൾ പ്രത്യേകിച്ച് ആവശ്യങ്ങളും പണികളൊന്നും ഇല്ല. അപ്പൊ ഞാൻ വേറൊരാൾക്ക് ഒരു വർക്ക് വന്നപ്പോഴേക്കും എന്റെ ട്രാക്ടറിനെയും ട്രാക്ടർ ഉടമയും ഒക്കെ കൂടി അതിന്റെ വേണ്ടിയിട്ടുള്ള ഡ്രൈവറിനെ ഒക്കെ കൂടി ഞാൻ കൊടുക്കുന്നു. കൊടുത്ത സമയത്ത് അവർ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ ടോർഷസ് ആക്ട് കമ്മിറ്റ് ചെയ്യുക, അതായത് ഈ ട്രാക്ടർ ഡ്രൈവർ എന്തെങ്കിലും ചെയ്യുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ അതിൽ ലയബിൾ ആവണോ? അത് പുതിയ മാസ്റ്റർ ഉണ്ടല്ലോ, അതായത് പുതിയ ആൾക്ക് ഞാൻ കൊടുത്തല്ലോ, 2 ദിവസത്തേക്കായിരിക്കും അല്ലെങ്കിൽ 10 ദിവസത്തേക്ക് ആവാൻ വാടകയ്ക്ക് കൊടുത്തത്. അപ്പൊ അവരാണോ ലയബിൾ ആവുന്നത്, ഞാനാണോ ലയബിൾ ആവുന്നത്? അപ്പൊ ആ ഒരു കേസ് നമ്മൾ കുറച്ച് നോക്കാനുണ്ട്. ഈ ഒരു കേസിൽ ലെൻഡ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ഒരു സെർവന്റിനെ ലെൻഡ് ചെയ്യാണ്. അപ്പൊ ലെൻഡ് ചെയ്യുന്ന സമയത്ത് ആരാണ് അവിടെ റെസ്പോൺസിബിൾ ആവുന്നത്? പുതിയ മാസ്റ്റർ ആണോ അതെയോ നേരത്തെ ഉണ്ടായിരുന്ന ആക്ച്വൽ ഓണർ ആയിരുന്നോ അവിടെ റെസ്പോൺസിബിൾ ആകുന്നത്? ലെൻഡ് ചെയ്ത് കൊടുത്ത ഇപ്പോഴത്തെ പുതിയ മാസ്റ്റർ ആണോ വരുന്നത്, കിട്ടിയിട്ടില്ല പുതിയ മാസ്റ്റർ ആണോ വരുന്നത്, അതെയോ ആക്ച്വൽ ആയിട്ടുള്ള ഓണർ ആണോ അവിടെ റെസ്പോൺസിബിൾ ആവുന്നത്? ഇപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് 2 കേസ് നോക്കാനുണ്ട്. ഒരു സെർവന്റിനെ നമ്മൾ ലെൻഡ് ചെയ്യുവാണ്, അനദർ പേഴ്സണ്, മറ്റൊരു മാസ്റ്ററിന് നമ്മൾ ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ സെർവന്റിനെ എങ്കിൽ, അതായത് മാസ്റ്റർ ഏതായിരിക്കും ആക്ച്വലി അവിടുത്തെ മാസ്റ്റർ ആരായിരിക്കും ലയബിൾ ആവുന്നതെന്നാണ് നോക്കുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ സെർവന്റിനെ, അതായത് മാസ്റ്റർ ആയിട്ടുള്ള ഒരു വ്യക്തി അയാളുടെ സെർവന്റിനെ മറ്റൊരു പേഴ്സൺ, അതായത് മറ്റൊരു മാസ്റ്റർ, അപ്പൊ പുതിയ ഒരാളാണല്ലോ വരുന്നത് മാസ്റ്റർ, അപ്പൊ അയാൾക്ക് നമ്മൾ ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്തെങ്കിലും പേർപ്പസിനായിട്ട് വർക്ക് ചെയ്യാനൊക്കെ വേണ്ടി നമ്മൾ കൊടുക്കുക. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും ഈ ഒരു വ്യക്തി, ഇയാള് എന്തെങ്കിലും ടോട്ട് കമ്മിറ്റ് ചെയ്യാന്ന് വിചാരിക്കുക. ആ ലെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ വ്യക്തി എന്തെങ്കിലും സെർവന്റ് എന്തെങ്കിലും ടോർഷസ് ആക്ട് കമ്മിറ്റ് ചെയ്താൽ നമുക്കാണോ അതിന്റെ റെസ്പോൺസിബിലിറ്റി വരുന്നത്? ഇപ്പൊ കൈമാറി കൊടുത്ത ആളാരാണോ, പുതിയ ആള് ഇല്ലേ മാസ്റ്റർ, അവരാണോ റെസ്പോൺസിബിൾ ആകുന്നത്? അപ്പൊ ഈ കേസിൽ നമ്മൾ 2 കേസസ് വെച്ചിട്ടാണ് നമ്മൾ ഇത് നോക്കുന്നത്. ഒന്ന് മെർസി ഡോഗ്സിന്റെ കേസ്, ഇമ്പോർട്ടന്റ് ആണ് ഈ കേസ്. മെർസി ഡോഗ്സ് ആൻഡ് ഹാർബർ ബോർഡ് വേഴ്സസ് കോഗിൻസ് ആൻഡ് ഗ്രിഫിറ്റ്സിന്റെ കേസ്. ലിവർപൂൾ കേസ് എന്നൊക്കെ നമ്മൾ ഈ കേസിനെ ഫേമസ് ആയിട്ട് അറിയപ്പെടുന്നതാണ്. മെർസി ഡോഗ്സ് ആൻഡ് ഹാർബർ ബോർഡ് വേഴ്സസ് കോഗിൻസ് ആൻഡ് ഗ്രിഫിറ്റ്സ്, ലിവർപൂൾ കേസ് എന്ന് അറിയപ്പെടും. ഈ കേസിൽ എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഹാർബർ ബോർഡ് എന്ന് പറയുന്ന ബോർഡിന് ഇവർക്ക് കുറെ മൊബൈൽ ക്രെയിനുകൾ ഉണ്ടായിരുന്നു, ക്രെയിൻസ് ഇല്ലേ, ഇവർക്ക് കുറെ മൊബൈൽ ക്രെയിൻസ് ഉണ്ടായിരുന്നു. ഈ മൊബൈൽ ക്രെയിൻസ് വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് കുറെ സ്കിൽഡ് ആയിട്ടുള്ള വർക്ക്മെൻസ് ഇവർക്ക് അതിന് വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഡ്രൈവേഴ്സും മൊബൈൽ ക്രെയിനിന്റെ ഡ്രൈവേഴ്സും ഒക്കെ ആയിട്ട് ഈ ഹാർബർ ബോർഡ് പ്രവർത്തിച്ചു പോരുകയാണ്. അപ്പൊ ഈ ഹാർബർ ബോർഡ് അവർക്ക് ആക്ച്വലി ചില സമയത്ത് അവരവരുടെ മൊബൈൽ ക്രെയിനും ഈ മൊബൈൽ ക്രെയിനിന്റെ ഡ്രൈവേഴ്സിനെയൊക്കെ കൂടി ലെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. വേറെ ആവശ്യങ്ങൾക്കായിട്ട് വേറെ പേഴ്സൺസിന് ഇവർ ലെറ്റ് ചെയ്ത് കൊടുക്കുന്ന സ്വഭാവമുണ്ട്. അപ്പൊ അങ്ങനെ ലെറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഈ എസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ, മിസ്റ്റർ എസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഹയർ ചെയ്തു ഒരു ക്രെയിനും ക്രെയിനിന്റെ ഡ്രൈവറും കൂടി പുള്ളിയുടെ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഈ ഹാർബർ ബോർഡിന്റെ അടുത്ത് നിന്നും ഹയർ ചെയ്ത് വാങ്ങി. അപ്പൊ അങ്ങനെ ഹയർ ചെയ്ത സമയത്ത് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് വർക്ക് ചെയ്തപ്പോഴേക്കും ഈ ഡ്രൈവറിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്ന നെഗ്ലിജൻസ്, അതായത് മൊബൈൽ ക്രെയിനിന്റെ ഡ്രൈവറിന്റെ നെഗ്ലിജൻസിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഷിപ്പ് ലോഡ് ചെയ്യാനാണ് കൊണ്ടുപോയത്. അതായത് എസ് എന്ന വ്യക്തി അതിന് വേണ്ടിയാണ് കൊണ്ടുപോയത്, ഒരു ഷിപ്പ് ലോഡ് ചെയ്യാനായിട്ട്. അപ്പൊ ഷിപ്പ് ലോഡ് ചെയ്ത് ഇറക്കുന്ന സമയത്ത് ഇങ്ങനെ വന്നപ്പോഴേക്കും ഈ എക്സ് എന്ന് പറയുന്ന വേറൊരു തേർഡ് പേഴ്സൺ, ഇതിലൊന്നും ഇല്ലാത്തൊരു ഒരാളാ വേറൊരാൾക്ക് ഇഞ്ചുറി പറ്റുന്നു.
ഇത്രേ ഉള്ളൂ. ഹാർബർ ബോർഡിന്റെ മൊബൈൽ ക്രെയിനുകളും ഡ്രൈവേഴ്സും. ഇതിൽ ഒരു മൊബൈൽ ക്രെയിനെയും ഒരു ഡ്രൈവറിനെയും കൂടി എസ് എന്ന് പറയുന്ന ഒരു വ്യക്തി കൊണ്ടുപോവുക ഒരു പർപ്പസിന് വേണ്ടി, ഷിപ്പ് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹയർ ചെയ്ത് കൊണ്ടുപോവുക. അപ്പൊ അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ജോലിക്കെടുത്തു. അപ്പൊ അങ്ങനെ കൊണ്ടുപോയിട്ട് ഇത് ഈ നമ്മുടെ മൊബൈൽ ക്രെയിനിന്റെ ഡ്രൈവറും, അതായത് ഈ ഹാർബർ ബോർഡിന്റെ ഡ്രൈവറും മൊബൈൽ ക്രെയിനും ആണ് ഉള്ളത്. അപ്പൊ ഈ പറയുന്ന ഇവര് ഷിപ്പ് ഇറക്കിയ സമയത്ത്, എസിന് വേണ്ടി ഷിപ്പ് ഇറക്കിയ സമയത്ത്, ലോഡ് ചെയ്ത സമയത്ത് എന്ത് സംഭവിച്ചു? എക്സ് എന്ന് പറയുന്ന XYZ, ആ എക്സ് ഇല്ലേ, ആ എക്സ് എന്ന് പറയുന്ന വേറൊരു തേർഡ് പേഴ്സൺ, ഒരു സ്ട്രേഞ്ചർ, അയാൾക്ക് ഇഞ്ചുറി പറ്റുന്നു. അപ്പൊ അയാൾക്ക് ഉണ്ടാക്കിയ ഇഞ്ചുറിക്ക്, ഡ്രൈവർ അയാൾക്ക് കോസ് ചെയ്തിട്ടുള്ള ഇഞ്ചുറിക്ക്, റോങ്ഫുൾ ആക്ടിന് ആര് ലയബിൾ ആവണം? ഈ ഹയർ ചെയ്തിട്ടുള്ള എസ് ആണോ അത് ഹാർബർ ബോർഡ് ആണോ ലയബിൾ ആവേണ്ടത്? അതാണ് നമുക്ക് തീരുമാനിക്കേണ്ടത്. ആരാണ് ആക്ച്വൽ ഓണർ അല്ലെങ്കിൽ ആക്ച്വൽ മാസ്റ്റർ ആരാണ് അവിടുത്തെ, അതുപോലെ കണ്ടുപിടിക്കണ്ടേ. ലെൻഡ് ചെയ്ത സിറ്റുവേഷനിൽ ആർക്കായിരിക്കും ഉത്തരവാദിത്തം വരുന്നതെന്ന്. അപ്പൊ ഈ കേസിൽ കോടതി പറഞ്ഞു, ഹൗസ് ഓഫ് ലോർഡ്സ് പറഞ്ഞത്, ഹാർബർ ബോർഡ് എന്ന് പറയുന്നത് ജനറൽ ആയിട്ടുള്ള എംപ്ലോയറെ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ടുള്ള എംപ്ലോയർ മാസ്റ്റർ എന്ന് പറയുന്ന ആ ഡ്രൈവറിന്റെ ആരാ? ഹാർബർ ബോർഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹാർബർ ബോർഡ് ആ സിറ്റുവേഷനിൽ എക്സിന് ലയബിൾ ആകണം. ഈ സ്ട്രേഞ്ചർ ആയിട്ടുള്ള വ്യക്തിക്ക് ഇഞ്ചുറി കോസ് ചെയ്തതിന്, ഡ്രൈവർ കോസ് ചെയ്തതിന് ഹാർബർ ബോർഡാണ് ലയബിൾ ആവേണ്ടതെന്ന് പറഞ്ഞു. എസ് ലയബിൾ ആവില്ല. എസ് എന്ന് പറയുന്ന ഹയർ ചെയ്ത വ്യക്തി അവിടെ ലയബിൾ ആവില്ല. കാരണം പുള്ളി ആ ഒരു സമയത്ത്, അറ്റ് ദ ടൈം ഓഫ് ദി ആക്സിഡന്റ്, ഇയാൾക്കായിരുന്നില്ല, ഇയാളല്ലല്ലോ മാസ്റ്റർ, ആക്ച്വൽ ഓണർ നമ്മുടെ ഹാർബർ ബോർഡ് അല്ലേ, അതുകൊണ്ട് മാസ്റ്റർ ആണ് ലയബിൾ ആവുന്നതെന്ന് പറഞ്ഞു. ഈ ഒരു ഡിസിഷന്റെ റീസൺ മെയിൻ ആയിട്ട് ഇതായിരുന്നു. എക്സിന് ആ സമയത്ത്, അതായത് എസ് എന്ന് പറയുന്ന വ്യക്തി, ഹയർ ചെയ്ത വ്യക്തി, എസിന് അവിടെ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കൺട്രോളോ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കൺട്രോളോ ക്രെയിൻ ഡ്രൈവറിന്റെ പുറത്ത് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. അതായത് ക്രെയിൻ എങ്ങനെ ഓടിക്കണം, ഏത് ഡയറക്ഷൻസ് പ്രകാരം ക്രെയിൻ വളയ്ക്കണം, എടുക്കണം എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ആരുടെ ഡയറക്ഷൻസ് പ്രകാരം ചെയ്യുള്ളൂ? ആക്ച്വൽ മാസ്റ്റർ ആരാ? ഹാർബർ ബോർഡിന്റെ ക്രെയിൻ അല്ലേ. ഹാർബർ ബോർഡിന്റെ ഡ്രൈവർ ഹാർബർ ബോർഡ് പറയുന്ന രീതിയിൽ നിർദ്ദേശപ്രകാരമായിരിക്കും വണ്ടി ഓടിക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇവിടെ ഒരു ലോഡിംഗ് പർപ്പസിന് വേണ്ടി വന്നു എന്ന് മാത്രം, ഹയർ ചെയ്തിട്ട്. അപ്പൊ അങ്ങനെ എസ് ഹയർ ചെയ്ത് വന്നെങ്കിലും ഡയറക്റ്റ് കൺട്രോൾ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് കൺട്രോൾ, ഷിപ്പ് ലോഡ് ചെയ്യുന്ന സമയത്തും ഡയറക്റ്റ് കൺട്രോൾ, ഇമ്മീഡിയറ്റ് കൺട്രോൾ ആരുടെ ഭാഗത്ത് നിന്ന് തന്നെയാ? ഹാർബർ ബോർഡിന്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ് ആക്ച്വൽ കൺട്രോൾ. അപ്പൊ കാരണം ഒരൊറ്റ പർപ്പസിന് വേണ്ടിയിട്ട്, ഷിപ്പ് ലോഡ് ചെയ്യാൻ വേണ്ടി ആ പർപ്പസിന് വേണ്ടി കൊണ്ടുപോയതാ. അപ്പോഴും കൺട്രോൾ നമ്മുടെ ഹാർബർ ബോർഡിന്റെ കയ്യിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആരായിരിക്കും അവിടെ ലയബിൾ ആവുന്നത്? ഹാർബർ ബോർഡ് എന്ന് പറയുന്ന അവിടെ റിയൽ മാസ്റ്റർ അല്ലെങ്കിൽ ആക്ച്വൽ ആയിട്ടുള്ള ഓണർ ആരാണോ, എംപ്ലോയർ ആരാണോ, അവരാണ് അവിടുത്തെ ലയബിൾ ആവുന്നതെന്നാണ് പറഞ്ഞത്. സോ ഇവിടെ ഈ പറയുന്ന ക്രെയിൻ ഓപ്പറേറ്റ് ചെയ്ത സമയത്ത് നമ്മുടെ എസ് എന്ന് പറയുന്ന ഹയർ ചെയ്ത വ്യക്തിക്ക് ഡയറക്റ്റ് കൺട്രോൾ ഇല്ലായിരുന്നു. അപ്പൊ നമ്മൾ ഓരോ കേസിലും എങ്ങനെയാണ് ലെൻഡ് ചെയ്യുന്ന സിറ്റുവേഷനിൽ, നമ്മളിപ്പോൾ ഒരു പർപ്പസിന് വേണ്ടി ഹയർ ചെയ്യുകയാണ്, ഒരു സെർവൻറ്റിനെ നമ്മൾ ലെൻഡ് ചെയ്ത് ഹയർ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ലയബിലിറ്റി തീരുമാനിക്കുന്നത് ഏത് മാസ്റ്ററിനാണ് ആക്ച്വൽ ലയബിലിറ്റി എന്നുള്ളത് തീരുമാനിക്കുന്നത് അത് ആ കേസിന്റെ ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റൻസ്, സാഹചര്യങ്ങളെ അനുസരിച്ചിരിക്കും. അതായത് ആ വർക്ക് ചെയ്ത സമയത്ത്, ആ എംപ്ലോയി ആ വർക്ക് അല്ലെങ്കിൽ ആ സെർവന്റ് ആ വർക്ക് ചെയ്ത സമയത്ത് ആക്ച്വൽ കൺട്രോൾ ആർക്കായിരുന്നു, അല്ലെങ്കിൽ ആക്ച്വൽ ആയിട്ടുള്ള ഡയറക്ഷൻ കൊടുക്കാനുള്ള പവർ ആ സിറ്റുവേഷനിൽ ആർക്കായിരുന്നു, ആരുടെ ഡയറക്ഷൻസ് പ്രകാരമാണ് ഇയാൾ ആ പെർട്ടിക്കുലർ വർക്ക് ചെയ്തത്, അതനുസരിച്ചിട്ടായിരിക്കും തീരുമാനിക്കുന്നത് എന്ത്, ആരാണ് അവിടെ റെസ്പോൺസിബിൾ ആവുന്നത്, ഹു വിൽ ബി റെസ്പോൺസിബിൾ, ആരാണ്, ഏത് മാസ്റ്ററാണ് അവിടെ റെസ്പോൺസിബിൾ ആവുന്നത്, ആ സിറ്റുവേഷൻ അനുസരിച്ചാണ് തീരുമാനിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ കേസിൽ മാസ്റ്റർ എന്ന് പറയുന്നത് ഹാർബർ ബോർഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഹൗസ് ഓഫ് ലോർഡ്സ് പറഞ്ഞു ഹാർബർ ബോർഡാണ് ജനറൽ ആയിട്ടുള്ള കൺട്രോൾ ഉള്ള വ്യക്തി. അതുകൊണ്ട് തന്നെ ഹാർബർ ബോർഡാണ് ലയബിൾ ആകുന്നത്. ഇമ്മീഡിയറ്റ് കൺട്രോൾ ആരുടെ പുറത്ത് ഉണ്ടായിരുന്നില്ല, എസ് എന്ന് പറയുന്ന വ്യക്തിക്ക് ആ ക്രെയിൻ ഡ്രൈവറിന്റെ പുറത്ത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കൺട്രോളോ ഡയറക്ഷൻസോ ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇയാൾക്ക് ഈ ഷിപ്പ് ലോഡ് ചെയ്യൂ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ മാത്രമല്ലേ പറ്റുള്ളൂ. അല്ലാണ്ട് ഏത് രീതിയിൽ ഷിപ്പ് ഓടിക്കണം, ഏത് രീതിയിൽ ക്രെയിൻ ഓടിക്കണം, എന്തൊക്കെ ചെയ്യണമായിരുന്നു, ഇതൊക്കെ ആ ഡയറക്ഷൻസ് ഒക്കെ ആര് കൊടുത്ത പ്രകാരമാണ് ചെയ്യുന്നത്? ഹാർബർ ബോർഡ് കൊടുത്ത പ്രകാരം. സോ അവിടെ ഹാർബർ ബോർഡാണ് ലയബിൾ ആവുന്നതെന്ന് പറഞ്ഞു. ഇനി വേറൊരു കേസ് ഉണ്ട്, അന്നാമലൈ ടിംബർ ട്രസ്റ്റിന്റെ കേസ്. അപ്പൊ അന്നാമലൈ ടിംബർ ട്രസ്റ്റിന്റെ കേസിലേക്ക് വരുമ്പോൾ, തൃപ്പൂണിത്തുറ ദേവസ്വം ബോർഡിന്റെ കേസാണ്. അപ്പോൾ അന്നാമലൈ ടിംബർ ട്രസ്റ്റ് വേഴ്സസ് തൃപ്പൂണിത്തുറ ദേവസ്വം. ഈ കേസിൽ വരുമ്പോൾ ആനപ്പാപ്പന്മാരുടെയൊക്കെ കേസാണ്. അപ്പൊ ഈ കേസിൽ എന്തായിരുന്നു എന്ന് വെച്ചാൽ, തൃപ്പൂണിത്തുറ ദേവസ്വം ബോർഡിന്റെ ആനയും 2 മഹൌട്സ് എന്ന ആനപ്പാപ്പന്മാരും, ഇവർ രണ്ടുപേരും ഉണ്ട്. അപ്പൊ ഈ പറഞ്ഞ 2 ആനപ്പാപ്പന്മാരും അതുപോലെ തന്നെ ആനയും ഈ തൃപ്പൂണിത്തുറ ദേവസ്വം ബോർഡിന്റെ ആനയാണ്. അപ്പൊ ഈ പറഞ്ഞ ആനേനെയും 2 ആനപ്പാപ്പാനും കൂടി ടിംബർ ട്രസ്റ്റിന്, അന്നാമലൈ ടിംബർ ട്രസ്റ്റിന് ലീസിന് കൊടുത്തു. നമ്മൾ ലീസിന് കൊടുക്കും എന്ന് പറയില്ലേ, എത്ര വർഷത്തേക്ക്? 2 വർഷത്തേക്കാണ് ലീസിന് കൊടുത്തത്. അപ്പൊ 2 ഇയേഴ്സിനുള്ള ലീസിന് വേണ്ടി കൊടുത്തു. 1 ഇയറിൽ കേട്ടോ, 1 വർഷത്തേക്കുള്ള പീരീഡിലേക്ക് ലീസിന് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ടിംബർ ഇറക്കാനായിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇവർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് ടിംബർ വർക്കിനെ ബേസ് ചെയ്തിട്ട് എന്നാണ് തടിമില്ല് അതിനുമായി ബന്ധപ്പെട്ട ലോഡ് ചെയ്യാനോ അങ്ങനെയുള്ള പേർപ്പസിനൊക്കെ വേണ്ടിയിട്ട് റെന്റൽ ബേസിസിൽ 1 വർഷത്തേക്ക് ലീസിനാണ് കൊടുത്തിട്ടുള്ളത്, ഈ 2 മഹൌട്സിനെയും അതുപോലെ തന്നെ ആനേനെയും.
അനുപാപ്പമ്മനെയും കൂടിയിട്ടാണ് കൊടുത്തത്. അപ്പൊ ഇങ്ങനെ കൊടുത്ത സമയത്ത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു ടിമ്പർ ട്രസ്റ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ആനയെ കൊണ്ട് ഹെവി ആയിട്ടുള്ള ലോക്സ് ഈ പറയുന്ന തടികളും ടിമ്പറും ഒക്കെ എടുക്കാനായിട്ട് നിർബന്ധിച്ചതിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഇവർ ആനയെ ബീറ്റ് ചെയ്യുക, അതിന്റെയൊക്കെ ഭാഗമായിട്ട് ഈ 2 ആനയും ചത്തുപോയി. 2 ആനയില്ല, ഒരു ആനയും ഉണ്ടായിരുന്നുള്ളൂ, 2 ആനപ്പാപ്പാന്മാരും. ഓക്കെ, ഇപ്പൊ ഈ ആന ചത്തുപോയി. അപ്പൊ അങ്ങനെ ആന ചത്തുപോയതിന്റെ ഭാഗമായിട്ട് ഹെവി ലോക്സ് ഒക്കെ എടുക്കാനായിട്ട് ആനേനെ ഭയങ്കരമായിട്ട് ഡ്രാഗ് ചെയ്യാനൊക്കെ ആന അത് റിഫ്യൂസ് ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് ഇവർ ആനേനെ തല്ലുവോ അങ്ങനെയൊക്കെ ചെയ്തതിന്റെ ഭാഗമായി ആന ചത്തുപോയി. അപ്പൊ അങ്ങനെ ആന ചത്തുപോയപ്പോഴേക്കും എന്ത് ചെയ്തു, തൃപ്പൂണിത്തുറ ദേവസ്വം ബോർഡിന്റെ ആനയല്ലേ, തൃപ്പൂണിത്തുറ ദേവസ്വം ബോർഡ് ചാടിക്കയറി ഈ അന്നാമല ടിമ്പർ ട്രസ്റ്റിന് വേണ്ടിയിട്ട് കൊണ്ട് കേസ് കൊടുത്തു. കാരണം ടിമ്പർ ട്രസ്റ്റിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച സമയത്താണ് എന്ത് ചെയ്തത്, ആനയ്ക്ക് ഈ പറയുന്ന ഈ എന്താ പറയാ മരണം സംഭവിച്ചു, അതായത് ആന ചത്തുപോയത്. അപ്പൊ അതുകൊണ്ട് തന്നെ കോടതി പറഞ്ഞു ഈ കേസിൽ തൃപ്പൂണിത്തുറ ദേവസ്വം ബോർഡിന് എഗനിസ്റ്റ് ആണ്, തൃപ്പൂണിത്തുറ ദേവസ്വം ബോർഡ് അന്നാമല ടിമ്പർ ട്രസ്റ്റിന് എഗനിസ്റ്റ് ആണ് കേസ് കൊടുത്തത്. അപ്പൊ തൃപ്പൂണിത്തുറ ദേവസ്വം ബോർഡിനോട് അന്നാമല ടിമ്പർ ട്രസ്റ്റിന്റെ അടുത്ത് നിന്നും കോമ്പൻസേഷൻ കൊടുക്കാനാണ്, അതായത് ദേവസ്വം ബോർഡിന് ടിമ്പർ ട്രസ്റ്റിനോട് കോമ്പൻസേഷൻ കൊടുക്കാനാണ് പറഞ്ഞത്. അതായത് ടിമ്പർ ട്രസ്റ്റിനോട് പറഞ്ഞു ഈ പറഞ്ഞ ദേവസ്വം ബോർഡിന്റെ ആന ഈ പറയുന്ന ചത്തുപോയതുകൊണ്ട് അല്ലെങ്കിൽ അതിന് കാരണമാക്കിയത് ഇവരായതുകൊണ്ട് മാസ്റ്റർ എന്ന രീതിയിൽ ടിമ്പർ ട്രസ്റ്റിനോട് ലയബിലിറ്റി വരും, ടിമ്പർ ട്രസ്റ്റ് കോമ്പൻസേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞു. അതിന്റെ കാരണം എന്തായിരുന്നു എന്ന് വെച്ചാൽ, അപ്പൊ നമ്മൾ മേഴ്സി ഡോഗ്സിന്റെ കേസിൽ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡിസിഷൻ അല്ലേ ഇവിടെ വന്നേ. മറ്റോടത്ത് പറഞ്ഞു ആദ്യത്തെ മാസ്റ്റർ തന്നെയാണ് ലയബിൾ ആവുന്നത്, ഇവിടെ വന്നപ്പോൾ പറഞ്ഞു ഇതേ പുതിയ മാസ്റ്റർ പുതിയ ആളെ ലയബിൾ ആവുന്നത്. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഈ സമയത്ത് കൺട്രോളും ഡയറക്ഷൻസും ഒക്കെ കംപ്ലീറ്റ്ലി ആർക്കായിരുന്നു, അന്നാമല ടിമ്പർ ട്രസ്റ്റിനാ. കാരണം 1 വർഷത്തേക്ക് ലീസിന് കൊടുത്ത, അപ്പൊ 1 വർഷത്തേക്ക് ലീസിന് കൊടുത്ത സമയത്ത് കംപ്ലീറ്റ്ലി 1 ഇയറിൽ ഇവിടെ ദേവസ്വം ബോർഡ് കൺട്രോൾ ചെയ്യാൻ വരുന്നേ ഇല്ല. 1 വർഷത്തേക്ക് ഡയറക്റ്റ് കൺട്രോളും സൂപ്പർവിഷനും ഒക്കെ ആരുടെ പുറത്ത്, ഈ ആനയുടെ ആനപ്പാപ്പന്മാരുടെ പുറത്തൊക്കെ ആർക്കായിരുന്നു, ടിമ്പർ ട്രസ്റ്റിനായിരുന്നു. സോ ടിമ്പർ ട്രസ്റ്റിന്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ കൺട്രോൾ പ്രകാരമായിരിക്കും ആനപ്പന്മാര് ആനനെ ഈ പറയുന്ന രീതിയിൽ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ട് ആന ചത്തുപോയത്, ടിമ്പർ എടുക്കുന്നതിന്റെ ഭാഗമൊക്കെ ആയിട്ട്. അപ്പൊ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഈ ആന ചത്തുപോയതിന് ആര് ഉത്തരവാദിത്വം പറയണം, അല്ലെങ്കിൽ ആര് റെസ്പോൺസിബിൾ ആവണം, ഈ പറയുന്ന ദേവസ്വം ബോർഡിനോട്, അന്നാമല ടിമ്പർ ട്രസ്റ്റ്. സോ അതുകൊണ്ട് തന്നെ ഈ കേസിൽ 1 വർഷത്തേക്ക് ലീസിന് എടുത്തുകൊണ്ട് ആ കേസിന്റെ ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റൻസ് അനുസരിച്ച് അന്നാമല ടിമ്പർ ട്രസ്റ്റ് ആണ് അവിടുത്തെ ആക്ച്വൽ ഓണർ, അല്ലെങ്കിൽ അവിടെ ഡയറക്റ്റ് ആയിട്ടുള്ള കൺട്രോൾ അല്ലെങ്കിൽ അതോറിറ്റി ഉണ്ടായിരുന്ന വ്യക്തി, മാഹൌട്സിന്റെ മുകളിലും കൺട്രോൾ ഡയറക്ഷൻസ് കൊടുക്കാൻ പറ്റുന്ന വ്യക്തി എന്ന് പറയുന്നത് ഈ അന്നാമല ടിമ്പർ ട്രസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ടിമ്പർ ട്രസ്റ്റ് ലയബിൾ ആണ് എന്ന് പറഞ്ഞത്. അന്നാമല ടിമ്പർ ട്രസ്റ്റ് തൃപ്പൂണിത്തുറ ദേവസ്വം ബോർഡിന് കോമ്പൻസേഷൻ കൊടുക്കാൻ ലയബിൾ ആണെന്ന് പറഞ്ഞു. അപ്പൊ കേസിന്റെ ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റൻസ് അനുസരിച്ചാണ് ഒരു സെർവന്റിനെ നമ്മൾ ലെൻഡ് ചെയ്യുവാണ് എങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ആർക്കാണോ ആ വർക്ക് ചെയ്ത സമയത്ത് ഡയറക്റ്റ് കൺട്രോൾ, ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ടായിരിക്കും അതിന്റെ എന്ത് ചെയ്യുന്നത്, ലയബിലിറ്റി തീരുമാനിക്കുന്നത്. ഏത് മാസ്റ്ററിനാണെന്നുള്ളത്, ആരാണ് അവിടുത്തെ ഡയറക്റ്റ് മാസ്റ്റർ എന്നുള്ളത് തീരുമാനിക്കുന്നത് ആ കേസിന്റെ ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റൻസ് അനുസരിച്ചാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഹോസ്പിറ്റൽ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് വൈക്കാരിയസ് ലയബിലിറ്റി ഇനി ലെൻഡ് ചെയ്യുവാണെങ്കിൽ എങ്ങനെയാണ്, ഇൻഡിപെൻഡന്റ് കോൺട്രാക്ടറിന്റെ കേസും പറഞ്ഞു. ഇനി അടുത്തത് ഈ വൈക്കാരിയസ് ലയബിലിറ്റിയിൽ നമ്മൾ നോക്കാനുള്ളത്, നമ്മൾ ഓൾറെഡി പറഞ്ഞു വൈക്കാരിയസ് ലയബിലിറ്റി എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കണം, മാസ്റ്റർ സെർവന്റ് റിലേഷൻഷിപ്പിലായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ മാസ്റ്റർ എന്നാൽ എല്ലാ കാര്യങ്ങൾക്കും, സെർവന്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും മാസ്റ്ററിനെ പിടിച്ച് ലയബിൾ ആക്കാൻ പറ്റുമോ, അങ്ങനെയും പറ്റില്ല. ആ ജോലി സമയത്ത് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ എംപ്ലോയ്മെന്റ് ടൈമിൽ ചെയ്യുന്ന, അപ്പൊ ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ് ആയിരിക്കണം ആ സെർവന്റ് ആക്ഷൻ ചെയ്ത്, എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, മാസ്റ്റർ വൈക്കാരിയസ്ലി ലയബിൾ ആവുള്ളൂ. നമ്മൾ ഓൾറെഡി 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഈ ഒരു വൈക്കാരിയസ് ലയബിലിറ്റിയുടെ അണ്ടറിൽ പറഞ്ഞായിരുന്നു. അപ്പൊ അതില് ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ് ആയിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റിൽ അല്ലെങ്കിലോ ലയബിൾ ആവില്ലേ, ഇല്ല ലയബിൾ ആവില്ല. അപ്പൊ അതിനുള്ള കുറച്ച് കേസ് ലോസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഈ ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റിൽ തന്നെ 2 രീതിയിൽ പ്രവർത്തിക്കാം. അതായത് ഞാൻ ജോലി സമയത്ത് ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമുള്ള കാര്യവും ചെയ്യാം, അതായത് എന്റെ താല്പര്യപ്രകാരം എന്റെ ബെനിഫിറ്റിനുള്ള കാര്യവും ചെയ്യാം, മാസ്റ്ററിന് വേണ്ടിയിട്ടുള്ള ബെനിഫിറ്റിനുള്ള കാര്യവും ചെയ്യാം. അതായത് ഡ്യൂട്ടി ടൈമിലുള്ള സമയത്ത് ഞാൻ ഈ പറയുന്ന രീതിയിൽ എയർപോർട്ടിൽ പോയിട്ട് ഒരാളെ പിക്ക് ചെയ്തുകൊണ്ട് വരാനായിട്ട് എന്നോട് പറയുന്നു. ഞാൻ ആ എയർപോർട്ടിൽ പോയി ആളെ പിക്ക് ചെയ്യുന്നതിന് പകരം, ഞാൻ ഡ്രൈവറാണ്, ഇപ്പൊ എന്നെ എയർപോർട്ടിൽ പോയി പിക്ക് ചെയ്യാനാണ് പറയുന്നത്. അതായത് ഇപ്പൊ എന്റെ മാസ്റ്ററിന്റെ സെർവന്റ് എയർപോർട്ടിൽ വന്നിട്ടുണ്ട്, എന്നോട് പോയി പിക്ക് ചെയ്യാൻ പറയണു. ഞാൻ എയർപോർട്ടിൽ പോയി പിക്ക് ചെയ്യണതിന് പകരം നേരെ എന്ത് ചെയ്യുന്നു, കാർ എടുത്തുകൊണ്ട് ഞാൻ നേരെ പോവാണ് ലുലു മാളിലേക്ക്. എന്നിട്ട് പോയി കറങ്ങി അടിക്കുന്നു, സിനിമ കാണുന്നു, അങ്ങനെ എന്റെ എൻജോയ്മെന്റ്, എന്റെ പ്രൈവറ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തിരിച്ചു വരുന്നു. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എന്തെങ്കിലും റോങ്ഫുൾ ആക്ടിങ് വേറൊരാൾക്ക് ഇഞ്ചുറി കോസ് ചെയ്യോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിന് പിടിച്ച് മാസ്റ്ററിനെ ലയബിൾ ആക്കണോ ഡ്യൂട്ടി ടൈം ആണെന്നും പറഞ്ഞു. അങ്ങനെ 2 രീതിയുണ്ട്. ഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്ടും വരും. ഇനി അടുത്തത് എന്താ വരുന്നത്, അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്ട്. 2 രീതിയിലും വരും. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്ടുകളും ഉണ്ടാകും, സെർവന്റ് ചെയ്യുന്ന ഓതറൈസ്ഡ് ആക്ടും ഉണ്ട്. പിന്നെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്ട് തന്നെ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള വേയിൽ ചെയ്യാം.
അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്ടുകളാണെങ്കിൽ അല്ല അവർ പറയുന്നത് ഓതറൈസ്ഡ് ആക്ട് അൺഓതറൈസ്ഡ് വേയിൽ. അതായത് എന്നോട് പറഞ്ഞു എയർപോർട്ടിൽ പോയി ആളെ പിക്ക് ചെയ്തുകൊണ്ട് വരാനാണ്. അപ്പം ഞാൻ പിക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആളെ പിക്ക് ചെയ്ത് വരുന്നതിന് കൂട്ടത്തിൽ തന്നെ കൊണ്ടുവന്നപ്പോൾ ഞാൻ തിരിച്ച് ലുലുമാളിൽ നിന്ന് പോയി തിരിച്ചൊക്കെ വന്ന സമയത്ത് എയർപോർട്ടിൽ പോയി ആളെയും കൂടി പിക്ക് ചെയ്തുകൊണ്ട് വന്നു. പക്ഷെ ഇതിന്റെ പോണതിന്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞ രീതിയിലല്ല പോയത്. എന്നോട് പറഞ്ഞു ഡയറക്റ്റ് എയർപോർട്ടിൽ പോവുക, ആളെ പിക്ക് ചെയ്തുകൊണ്ട് വരിക. ഇതാണ് എന്നോട് പറഞ്ഞത് ഡയറക്ഷൻസ്. ഞാനിതൊന്നും കേട്ടില്ല. ഞാൻ കുറച്ചുകൂടി നേരത്തെ വണ്ടിയൊക്കെ എടുത്ത് ഇറങ്ങി. ഞാൻ പറഞ്ഞു എൻ്റെ ആക്ടിവിറ്റീസ് ഒക്കെ എൻ്റെ എൻജോയ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് പോകാൻ വഴിക്ക് ആളെയും കൂടി പിക്ക് ചെയ്തിട്ട് പോന്നു. അങ്ങനെയുള്ള സിറ്റുവേഷൻ ആണെങ്കിലോ അതാണ് എങ്കിൽ ഓതറൈസ്ഡ് ആക്ട് അൺഓതറൈസ്ഡ് വേയിൽ പറഞ്ഞ രീതിയിലല്ലാതെയാണ് ഞാൻ ചെയ്തിട്ട് വന്നത്. അങ്ങനെയാണെങ്കിൽ മാസ്റ്റർ റെസ്പോൺസിബിൾ ആവുമോ? അവിടെ എന്തെങ്കിലും ടോട്ട് കമ്മിറ്റ് ചെയ്താൽ അതാണ് നമ്മൾ നോക്കുന്നത്. രണ്ട് രീതിയിലുണ്ടാവും. ഈ കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റിൽ തന്നെ അവിടെ ചെയ്യുക എന്ന് പറയുമ്പോൾ കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റിൽ തന്നെ അവിടെ ചെയ്യാന്ന് പറയുമ്പോൾ അത് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് ഓതറൈസ്ഡ് ആയിട്ടുള്ള ആ ഒരു ആക്ട് ചെയ്യുന്നതും പിന്നെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ട് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള വേയിൽ ചെയ്യുന്നതും. ഇത് രണ്ടും രണ്ട് രീതിയിലാണ്. അപ്പോൾ ഒരു മാസ്റ്റർ ലയബിൾ ആകുന്നത് സെർവന്റ് ചെയ്യുന്ന ആക്ടുകൾ അവർ ഓതറൈസ്ഡ് ആയിട്ട് ചെയ്യുമ്പോൾ ലയബിൾ ആകും. ഇനിയിപ്പോൾ ഓതറൈസ്ഡ് ആക്ട് ചെയ്തത് അൺഓതറൈസ്ഡ് വേയിലാന്ന് വിചാരിക്കും. എന്തായാലും ഓതറൈസ്ഡ് ആക്ട് അവിടെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അത് അൺഓതറൈസ്ഡ് വേയില പറഞ്ഞ രീതിയിലല്ല ചെയ്തത്. ഞാൻ പോണ വഴിക്ക് ലുലുമാളിലും കൂടി കയറിയിട്ടാണ് എയർപോർട്ടിൽ പോയി ആളെയും കൂടി പിക്ക് ചെയ്തിട്ട് വന്നത്. അങ്ങനെയാണ് എങ്കിൽ അൺഓതറൈസ്ഡ് വേയിലല്ലേ ചെയ്ത്. അൺഓതറൈസ്ഡ് വേയിൽ ചെയ്താൽ പോലും മാസ്റ്ററിന് എന്ത് ചെയ്യും? മാസ്റ്റർ അവിടെ വൈക്കാരിയസ്ലി ലയബിൾ ആകും. കാരണം ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റിലാണ് അവിടെ സെർവന്റ് ആക്ട് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഡ്യൂട്ടി ടൈമിലാണ് ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റിലാണ് അവിടെ സെർവന്റ് എംപ്ലോയ് ചെയ്യുന്നതെങ്കിൽ മാസ്റ്റർ അതിനും ലയബിൾ ആവും. അപ്പൊ മാസ്റ്റർ രണ്ട് രീതിയിൽ മാസ്റ്ററിന് ലയബിലിറ്റി വരുന്നുണ്ട്. ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ് വരുന്നത്. അത് രണ്ട് രീതിയുണ്ട്. ഒന്ന് ഓതറൈസ്ഡ് ആക്ടിനും പിന്നെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്ട് അൺഓതറൈസ്ഡ് വേയിൽ ചെയ്താലും മാസ്റ്റർ അവിടെ വൈക്കാരിയസ്ലി ലയബിൾ ആവുന്നതാണ്. കാരണം അത് കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ് ആയതുകൊണ്ട്. അപ്പൊ അതിന്റെ ഒരു കേസുകളാണ് നമ്മൾ നോക്കുന്നത്. റിക്കറ്റ്സിന്റെ കേസുണ്ട്. റിക്കറ്റ്സ് വേഴ്സസ് തോസ് ടില്ലിംഗ് ലിമിറ്റഡ്, THOS, തോസ് ടില്ലിംഗ് ലിമിറ്റഡ്. ഈ കേസിൽ ഡി എന്ന് പറയുന്ന വ്യക്തി ഒരു ഓമിനി ബസിന്റെ ഓണറാണ്. അയാളുടെ ഒരു അതായത് അന്നത്തെ ഓട്ടോ ഒക്കെ കഴിഞ്ഞു. ദെൻ വണ്ടി തിരിച്ച് കറക്കി എടുക്കുന്ന സമയത്ത് ജേണി എൻഡ് ചെയ്യുന്ന സമയത്ത് ഇയാൾ ഓമിനി ബസ് ഒരു ഗ്രൗണ്ടിൽ കൊണ്ടുപോയിട്ട് അടുത്ത ജേണിക്ക് വേണ്ടിയിട്ട് എടുക്കുകയാണ്. അതായത് അന്നത്തെ ട്രിപ്പ് കഴിഞ്ഞു, അടുത്ത ട്രിപ്പ് പോകാനായിട്ട് നെക്സ്റ്റ് ജേണിക്ക് വേണ്ടിയിട്ട് റൗണ്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. ഓമിനി ബസ് റൗണ്ട് ചെയ്ത് എടുക്കുന്ന സമയത്ത് ഈ ഒരു ഡ്രൈവർ പറയുന്നു കണ്ടക്ടറിനോട്, അന്ന് ഇനി കുറച്ച് നേരം നീ ഓടിച്ച വണ്ടി എന്ന് പറഞ്ഞ് കണ്ടക്ടറിന് വണ്ടി ഓടിക്കാനായിട്ട് പെർമിഷൻ ആര് കൊടുക്കുകയാണ്? ഈ ഒരു ഡ്രൈവർ കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെ കണ്ടക്ടർ ഓടിച്ച സമയത്ത് കണ്ടക്ടറിന്റെ ഭാഗത്തുനിന്നുണ്ടായ നെഗ്ലിജൻസും കൊണ്ട് വേറൊരു വ്യക്തിക്ക് പോയി ആക്സിഡന്റ് വരുന്നു. നമുക്ക് അയാളെ എക്സ് എന്നിടാം അല്ലെങ്കിൽ പി എന്നിടാം. പി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അവിടെ ഇഞ്ചുറി പറ്റുന്നു. അങ്ങനെ ഇഞ്ചുറി പറ്റുന്ന വഴിയായിട്ട് ആ വ്യക്തി എന്ത് ചെയ്യുന്നു? ആ സ്ട്രേഞ്ചർ കൊണ്ട് കോമ്പൻസേഷന് വേണ്ടി സ്യൂട്ട് കൊണ്ട് കൊടുക്കുന്നു. ആർക്ക് എഗൻസ്റ്റ് കൊണ്ട് കോമ്പൻസേഷന് വേണ്ടി സ്യൂട്ട് കൊടുത്തത്? ഇയാൾ കോമ്പൻസേഷന് വേണ്ടി സ്യൂട്ട് കൊണ്ട് കൊടുക്കുന്നത് ഇയാളുടെ ഭാഗത്തുനിന്നുള്ള ഡ്രൈവറിന്റെ ഭാഗത്തുനിന്നുള്ള നെഗ്ലിജൻസ് ആണെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ട് സ്യൂട്ട് കൊണ്ട് കൊടുക്കുന്നത്. അപ്പൊ കോടതി പറഞ്ഞു ഡ്രൈവറാണ് അനുവദിച്ചത് ബസ് ഓടിക്കാനായിട്ട്. ഈ ഒരു മാസ്റ്റർ എന്ന രീതിയിലുള്ള ആള് കൊടുത്തിട്ടുള്ള, അതായത് ആ ബസിന്റെ ഓണർ ഡ്രൈവറിന് കൊടുത്തിട്ടുള്ള വർക്ക് ആണല്ലോ വണ്ടി ഓടിക്കാന്നുള്ളത്. അത് ഇയാൾ എന്ത് ചെയ്തു? ഈ ഒരു കണ്ടക്ടറിനെ അനുവദിച്ചു. അപ്പൊ അത് ഡ്രൈവറാണ് അലോ ചെയ്ത് കണ്ടക്ടറിനെ വണ്ടി ഓടിക്കാനായിട്ട്, ബസ് ഓടിക്കാനായിട്ട് അയാൾക്ക് കൊടുത്തത്. അപ്പൊ അങ്ങനെ കൊടുത്തെങ്കിലും മാസ്റ്റർ അയാൾക്ക് കൊടുത്ത വർക്ക് എന്താണോ അത് നെഗ്ലിജന്റ് ആയിട്ടുള്ള രീതിയിൽ ചെയ്ത ആരാണ്? ഡ്രൈവറാണ് ചെയ്തത്. പക്ഷെ ആക്സിഡന്റ് ഒക്കോർ ചെയ്ത് ആ ഡ്രൈവർ എന്ന് പറയുന്ന വ്യക്തിയുടെ കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റിലാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ മാസ്റ്റർ ഇവിടെ വൈക്കാരിയസ്ലി ലയബിൾ ആവുന്നുണ്ട്. ആര് മാസ്റ്റർ? ഈ ബസിന്റെ ഓണറിന് എഗനിസ്റ്റ് ആണ് കൊണ്ട് കേസ് കൊടുത്തത്. ആര്? ഈ പി എന്ന് പറയുന്ന വ്യക്തി ഇഞ്ചുറി പറ്റിയപ്പോ അപ്പൊ ബസിന്റെ ഓണറിന് എഗനിസ്റ്റ് ആയിട്ട് കേസ് കൊടുത്തപ്പോ ബസിന്റെ ഓണർ പറഞ്ഞത് എന്റെ ഡ്രൈവർ അല്ലല്ലോ ചെയ്തത്, എന്റെ മാസ്റ്റർ അല്ല ചെയ്ത്, വേറെ ആളാ ചെയ്തെന്ന് പറയണം. എന്നാൽ പോലും അയാളുടെ മാസ്റ്റർ ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റിൽ തന്നെ ഡ്രൈവറിന് കൊടുത്തിട്ടുണ്ടായിരുന്ന വർക്ക് ഡ്രൈവർ വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്തെങ്കിലും ഇത് ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റിലല്ലേ ചെയ്തേ. അപ്പൊ അത് അൺഓതറൈസ്ഡ് വേയിലാ ചെയ്തേ. ഓതറൈസ്ഡ് വേയിൽ ആരോടാ ഓടിക്കാൻ പറഞ്ഞേ? ഡ്രൈവറിനോടാണ് വണ്ടി ഓടിക്കാനായിട്ട് ബസിന്റെ ഓണർ പറഞ്ഞിരുന്നത്. ഇയാൾ ഡ്രൈവർ പോയി കണ്ടക്ടറിനെ കൊണ്ട് വണ്ടി ഓടിപ്പിച്ചു. അപ്പോൾ ഓതറൈസ്ഡ് ആയിട്ട് വണ്ടി ഓടിക്കുക എന്നുള്ളത് ആരുടെ ബെനിഫിറ്റിന് വേണ്ടിയാ? ആ ബസ് ഓണറിന്റെ ബെനിഫിറ്റിന് വേണ്ടിയാ ചെയ്യുന്നത്. പക്ഷെ അത് പറഞ്ഞ രീതിയിലല്ല ചെയ്ത്, അൺഓതറൈസ്ഡ് വേയിലാ ചെയ്തേ. എന്നാലും ആ ജോലി സമയത്ത് തന്നെയാണോ ചെയ്തേ? ട്രിപ്പ് ഓടുന്ന സമയത്ത് തന്നെയല്ലേ ചെയ്തേ? അതുകൊണ്ട് തന്നെ ഈ മാസ്റ്റർ എന്ത് ചെയ്യും? ബസ് ഓണർ വൈക്കാരിയസ്ലി ലയബിൾ ആകും. അങ്ങനെയാണ്. രണ്ട് രീതിയിലും ലയബിലിറ്റി ആണ് കേട്ടോ. ഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്ട് അൺഓതറൈസ്ഡ് വേയിൽ ചെയ്താൽ പോലും അത് ആ എംപ്ലോയ്മെന്റ് സമയത്താണ് എങ്കിൽ മാസ്റ്റർ അവിടെ വൈക്കാരിയസ് ലയബിൾ ആവും. ഈ കേസിൽ അങ്ങനെയല്ലേ സംഭവിച്ചത്? ഓതറൈസ്ഡ് ആക്ട് ആണ് ചെയ്തത്, പക്ഷെ അൺഓതറൈസ്ഡ് വേയില പറഞ്ഞ രീതിയിലാണ് ചെയ്തത്. ഡ്രൈവർ ഓടിക്കുന്നതിന് വരും കണ്ടക്ടറെ കൊണ്ട് ഓടിപ്പിച്ചു. പക്ഷെ കണ്ടക്ടർ ഓടിച്ച് വേറെ ആൾ വണ്ടി ഇടിച്ചാലും ആര് ലയബിൾ ആവും? ഈ ബസിന്റെ ഓണർ ലയബിൾ ആവും. കാരണം അത് കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റിലാണ്. അൺഓതറൈസ്ഡ് ആക്ട് ആണെങ്കിലും കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റിൽ ആയതുകൊണ്ട് തന്നെ ലയബിൾ ആവുന്നതാണ്.
ഇനി അതുപോലെ തന്നെ ഒരു കേസാണ് മക്കീൻ വേഴ്സസ് റെയ്നോ ബ്രദേഴ്സ് ലിമിറ്റഡിന്റെ കേസ്. മക്കീൻ വേഴ്സസ് റെയ്നോ ബ്രദേഴ്സ് ലിമിറ്റഡ്. ഈ കേസിൽ എന്തായിരുന്നു എന്ന് വെച്ചാൽ എക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഡി എന്ന് പറയുന്ന വ്യക്തിയുടെ വർക്ക്മെൻ ആണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ ഈ ഡി എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്തു? ഡി ആണല്ലോ അവിടുത്തെ മാസ്റ്റർ. അപ്പൊ ഡി എന്ന് പറയുന്ന വ്യക്തി ഈ എക്സിനോട് പോയിട്ട് ഡയറക്റ്റ് ചെയ്യാണ്, നിങ്ങൾ ഒരു സ്ഥലത്ത് പോകണം, ഇന്ന ഒരു സ്ഥലത്ത് പോവേണ്ട ആവശ്യമുണ്ട്. അത് നിങ്ങൾ പോകുന്ന സമയത്ത് ഈ വേറൊരു മനുഷ്യനെ കാണിച്ചിട്ട് പറയുകയാണ്, ഇയാളുടെ ലോറി എടുത്തുകൊണ്ട് പോയാൽ മതി. അതായത് സി എന്ന് പറയുന്ന വ്യക്തിയുടെ ലോറി എടുത്തുകൊണ്ട് നിങ്ങൾ എവിടെ പോകണം? ഒരു പെർട്ടിക്കുലർ പ്ലേസിൽ പോകണം എന്ന് ഈ ഡി എന്ന് പറയുന്ന മാസ്റ്റർ എക്സ് എന്ന് പറയുന്ന സെർവന്റിനോട് പറയുകയാണ്. സിയുടെ ലോറി എടുത്തുകൊണ്ട് പോകാനാണ് പറയുന്നത്. അപ്പൊ സിയുടെ ലോറി എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞപ്പോഴേക്കും എക്സ് എന്ത് ചെയ്തു? എക്സ് വിചാരിച്ചു ലോറിക്കൊക്കെ പോകണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇയാൾ എന്നിട്ട് ഒരു പ്രൈവറ്റ് കാർ, അപ്പൊ അങ്ങനെ ലോറി എടുത്തോണ്ട് പോകാൻ പറയുന്നു. സിയുടെ ലോറി എടുത്ത് ഒരു സ്ഥലത്ത് പോകാനാണ് പറയുന്നത്. പക്ഷെ ലോറി എടുത്ത് പോകുന്നതിന് വരെ ലോറിയൊക്കെ എടുത്ത് പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇയാൾ ചിലപ്പോൾ വിചാരിക്കുകയാണ് പേഴ്സണലി ഓക്കെ അന്ന് എനിക്കൊരു പ്രൈവറ്റ് കാർ വിളിച്ച് പോകാന്ന് വിചാരിച്ചിട്ട് ഇയാൾ ഒരു പ്രൈവറ്റ് കാർ വിളിച്ചിട്ട് പോകുന്നു. അപ്പൊ ഈ എക്സ് എന്ന് പറയുന്ന വ്യക്തി ജേർണിക്ക് പോയത് ഒരു പ്രൈവറ്റ് കാർ എടുത്തോണ്ടാണ്. അപ്പൊ ഈ ലോറി എടുത്തിട്ടല്ല പോകുന്നത്, സിയുടെ ലോറിക്ക് പകരം ഇയാൾ ഒരു പ്രൈവറ്റ് കാർ എടുത്തിട്ട് പോകുന്നു. അങ്ങനെ പോയ സമയത്ത് ഈ കാർ നെഗ്ലിജന്റ്ലി ഓടിച്ച് പോയ സമയത്ത് വേറൊരു വ്യക്തിയായിട്ട് വണ്ടി ഇടിക്കുന്നു, കാർ ഇടിക്കുന്നു. അങ്ങനെ ഇടിച്ച സമയത്ത് വേറൊരു വ്യക്തിയുടെ ഹസ്ബൻഡിന് മരണം സംഭവിക്കുന്നു. ഈ പി എന്ന് പറയുന്ന വേറൊരു ലേഡി ഉണ്ടായിരുന്നു. ആ ലേഡിയുടെ ഹസ്ബൻഡുമായിട്ടാണ് വണ്ടി കൂട്ടിയിടിച്ചത്. ആ ലേഡിയുടെ ഹസ്ബൻഡ് മരിച്ചു പോകുന്നു. അപ്പൊ ഈ വിധവയായിട്ടുള്ള ഈ സ്ത്രീ, ഈ ഒരു പിയുടെ ഹസ്ബൻഡ് ആ മരിച്ചു പോയതിന് ആ പി എന്ന് പറയുന്ന ലേഡി എന്ത് ചെയ്യുന്നു? കൊണ്ട് സ്യൂട്ട് ഫയൽ ചെയ്യും. ആർക്ക് എഗനസ്റ്റ് ആയിട്ട്? ഈ ഓണറിന് എഗനസ്റ്റ് ആയിട്ട്. അതായത് നമ്മുടെ ഡി എന്ന് പറയുന്ന ഡയറക്ഷൻ കൊടുത്ത ഓണറിന് എഗനസ്റ്റ് ആയിട്ട് കൊണ്ട് കേസ് ഫയൽ ചെയ്യാം. അങ്ങനെ കേസ് ഫയൽ ചെയ്ത സമയത്ത് ഈ ഒരു ഡി എന്തായിരിക്കും പറയുന്നത്? ഡിയുടെ ഭാഗത്തു നിന്നുള്ള ഡിഫൻസ് ഇതായിരിക്കും, ഞാൻ വൈക്കാരിയസ്ലി ലയബിൾ ആവില്ല, കാരണം എന്റെ ഡയറക്ഷൻസ് പ്രകാരം അല്ല ഇയാൾ പ്രവർത്തിച്ച്, ഞാൻ സിയുടെ ലോറി എടുത്തോണ്ട് പോകാനാ പറഞ്ഞത്, ഇയാൾ പ്രൈവറ്റ് കാറിലാണ് പോയെന്നായിരിക്കും പറയാൻ പോകുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ആര് ലയബിൾ ആകും? ഈ പറയുന്ന ഡി എന്ന് പറയുന്ന വർക്ക്മാൻ അവിടെ ലയബിൾ, ഡി എന്ന് പറയുന്ന ഓണർ അവിടെ ലയബിൾ ആവുന്നതാണ്, മാസ്റ്റർ അവിടെ ലയബിൾ ആവും. കാരണം എന്തുകൊണ്ടാ? എനിവേസ് ഇയാള് പറഞ്ഞ ഡയറക്ഷൻസ് അനുസരിച്ചാണ് ചെയ്തെങ്കിലും ഇല്ലെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്ലേസിലേക്ക് പോയത് ആരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാ? ഈ ഡിയുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാ, മാസ്റ്ററിന്റെ. അല്ലാണ്ട് ഈ പറയുന്ന പോയത് കൊണ്ട് എക്സിന് പ്രത്യേകിച്ച് അവിടെ ബെനിഫിറ്റ് ഒന്നും ഇല്ലല്ലോ. പോണത് ഡിയുടെ ബെനിഫിറ്റിന് വേണ്ടി തന്നെയാണ്. അതിപ്പോ ലോറിയിൽ പോകാൻ വേണ്ടിട്ട് പോയില്ല, അത് അൺഓതറൈസ്ഡ് വേയിൽ കാർ എടുത്തിട്ട് പോയി, പ്രൈവറ്റ് കാർ എടുത്തിട്ട് പോയാലും ബെനിഫിറ്റ് ആർക്ക് തന്നെയാണ്? ഡിക്ക് തന്നെയാണ്. ഡിയുടെ ബെനിഫിറ്റിന് വേണ്ടി ആ പെർട്ടിക്കുലർ പ്ലേസിൽ പോയത്. അതുകൊണ്ട് തന്നെ മാസ്റ്റർ എന്ന് പറയുന്ന വ്യക്തി ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റിൽ കൊടുത്ത ആ ഒരു വർക്ക് തന്നെയാണ് ആര് ചെയ്തത്? ഈ ഒരു സെർവന്റ് ചെയ്ത്, എക്സ് എന്ന് പറയുന്ന സെർവന്റ് ചെയ്ത്. പക്ഷെ അത് അൺഓതറൈസ്ഡ് വെയിലാണെങ്കിൽ പോലും മാസ്റ്റർ ഇവിടെ വൈക്കാരിയസ്ലി ലയബിൾ ആകും എന്ന് പറഞ്ഞു. അതായത് ആ വർക്ക്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ആക്ട് എംപ്ലോയ്മെന്റിന്റെ ആ ഒരു ഡ്യൂറിങ് ദ കോഴ്സിൽ തന്നെയാണ് ചെയ്തത്. അതുകൊണ്ട് ഡി എന്ന് പറയുന്ന വ്യക്തി വൈക്കാരിയസ്ലി ലയബിൾ ആകും. മാസ്റ്റർ എന്ന് പറയുന്ന രീതിയിൽ, മാസ്റ്റർ എന്ന് പറയുന്ന എക്സിന്റെ മാസ്റ്റർ എന്ന് പറയുന്ന രീതിയിൽ ഡി അവിടെ വൈക്കാരിയസ്ലി ലയബിൾ ആകും. കാരണം അൾട്ടിമേറ്റ്ലി ബെനിഫിറ്റ് ഡിക്ക് തന്നെയാണ്. ഇതിപ്പോ കാറിൽ പോയാലും ലോറി പോയാലും ബെനിഫിറ്റ് ഡിക്ക്, ഡിയുടെ ബെനിഫിറ്റിന് വേണ്ടി അത് ചെയ്തത്. അതുകൊണ്ടാണ് കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റിലാണെന്ന് പറഞ്ഞുകൊണ്ട് ഡി അവിടെ നമ്മൾ വൈക്കാരിയസ്ലി ലയബിൾ ആക്കുന്നത്. അപ്പൊ ഈ വൈക്കാരിയസ് ലയബിലിറ്റി കോൺസെപ്റ്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ് ആണെങ്കിൽ മാസ്റ്റർ ലയബിൾ ആവും. അത് ഓതറൈസ്ഡ് ആക്ട് അൺഓതറൈസ്ഡ് വെയിൽ ചെയ്താലും ഇയാളുടെ ബെനിഫിറ്റിന് വേണ്ടി ചെയ്യുന്നതെങ്കിൽ, അതായത് ഡയറക്ഷൻസ് പ്രകാരം അല്ല, മാറിപ്പോയി വേറെ രീതിയിൽ ഡീവിയേറ്റ് ചെയ്താൽ ചെയ്യുന്നെങ്കിലും ഇയാൾ ലയബിൾ ആകും. ഇനിയിപ്പോ കംപ്ലീറ്റ്ലി പുള്ളിയുടെ ബെനിഫിറ്റിനെ വേണ്ടിയല്ല ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു എയർപോർട്ടിൽ പോയി പിക്ക് ചെയ്തുകൊണ്ട് വരാൻ പറയുന്നു, പക്ഷെ ഞാൻ ഡീവിയേറ്റ് ചെയ്ത് നേരെ ലുലുമാളിലേക്ക് പോകുന്നു, പിന്നെ തിരിച്ച് എയർപോർട്ടിൽ ആളെ ഒന്നും പിക്ക് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, എന്റെ റിലാക്സ് എൻജോയ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരുന്നു. അതിന്റെ ഇടയ്ക്ക് വേറെ എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞാൽ മാസ്റ്റർ ലയബിൾ ആവണം? വേണ്ട. അപ്പൊ ആ ഒരു കോൺസെപ്റ്റും കൂടി ഉണ്ട്. ഡീവിയേറ്റ് ചെയ്ത് പ്രൈവറ്റ് ഫ്രോളിക്, അതായത് എന്റെ പ്രൈവറ്റ് എൻജോയ്മെന്റ് അല്ലെങ്കിൽ ഡീവിയേറ്റ് ചെയ്ത് കംപ്ലീറ്റ്ലി എന്റെ ഇഷ്ടപ്രകാരമാണ് ഞാൻ അവിടെ ചെയ്യുന്നത്. അൺഓതറൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ മാസ്റ്ററിന് വേണ്ടിയിട്ട് അവിടെ ചെയ്യുന്നുമില്ല. അതായത് കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റിൽ മാസ്റ്ററിന്റെ ബെനിഫിറ്റിന് വേണ്ടി ഡീവിയേറ്റ് ചെയ്ത് പോയാൽ പോലും, അതായത് അൺഓതറൈസ്ഡ് വെയിലാണെങ്കിൽ പോലും ഞാനത് മാസ്റ്ററിന്റെ ബെനിഫിറ്റിന് വേണ്ടിയല്ല ചെയ്യുന്നത്, എന്റെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. ഡ്യൂട്ടി ടൈമിൽ സ്വന്തമായിട്ട് എന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു. ഒരു കാര്യം പോലും മാസ്റ്ററിന്റെ ബെനിഫിറ്റിന് അല്ല അത് വരുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ അവിടെ മാസ്റ്റർ ലയബിൾ ആവില്ല. അപ്പൊ ഇത് നമ്മൾ വണ്ടി എടുത്ത് ഇപ്പൊ ലോറി എടുത്ത് പോകാൻ പറഞ്ഞിട്ട് ലോറിക്ക് പോയില്ല, കാറിന് പോയെങ്കിലും മാസ്റ്റർ പറഞ്ഞ സ്ഥലത്ത് തന്നെയല്ലേ പോയത്. അതുകൊണ്ട് തന്നെ മാസ്റ്റർ അവിടെ വൈക്കാരിയസ് ലയബിൾ ആവും. മാസ്റ്ററിന്റെ ബെനിഫിറ്റിന് വേണ്ടിയാണ്. അൺഓതറൈസ്ഡ് വേയിൽ ഓതറൈസ്ഡ് ആക്ട് ചെയ്താലും ലയബിൾ ആകും. പക്ഷെ ഡീവിയേറ്റ് ചെയ്ത്, കംപ്ലീറ്റ്ലി ഡീവിയേറ്റ് ചെയ്ത് ഇയാൾക്ക് വേണ്ടിയിട്ടേ അല്ല ചെയ്യുന്നത്, വേറെ ഏതെങ്കിലും രീതിയിൽ പ്രൈവറ്റ് ഫ്രോളിക് ആളുടെ എൻജോയ്മെന്റിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ആൾ അവിടെ ലയബിൾ ആവില്ല. അപ്പൊ ഈ പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ വൈക്കാരിയസ് ലയബിലിറ്റി അണ്ടറിൽ ഇത്രയും കാര്യങ്ങളാണ് നോക്കേണ്ടത്. വൈക്കാരിയസ് ലയബിലിറ്റി അതിൽ 2 മാക്സിംസ്, കേസ് ലോസ്, ഇൻഡിപെൻഡന്റ് കോൺട്രാക്ടറുമായി കണക്ട് ചെയ്ത് പഠിക്കുക, ദെൻ ഹോസ്പിറ്റൽ അതോറിറ്റീസ് വെച്ചിട്ട് പഠിക്കുക, ദെൻ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ വേറെ ലെൻഡ് ചെയ്യുവാണെങ്കിൽ ഏത് സിറ്റുവേഷൻസ്, കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റിൽ അൺഓതറൈസ്ഡ് ആക്ട്
ഓതറൈസ്ഡ് ആക്ട് അൺഓതറൈസ്ഡ് വേയിൽ ചെയ്താൽ എങ്ങനെ ലയബിലിറ്റി വരുന്നത്? ഇനി കംപ്ലീറ്റ്ലി ഡീവിയേറ്റ് ചെയ്തു പോയാൽ ലയബിലിറ്റി വരുമോ? ഇല്ല. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വൈക്കാരിയസ് ലയബിലിറ്റിയുടെ ഒരു എസ്സേ വരുമ്പോൾ നിങ്ങൾക്ക് ഇൻഡെപ്ത് ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ്. ഒരു എസ്സേ പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെ ചോദിക്കാറുണ്ട് ഈ ക്വസ്റ്റ്യൻ. പിന്നെ അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിംഗ് പാർട്ടിലും കണ്ടുവരാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വൈക്കാരിയസ് ലയബിലിറ്റി എന്നുള്ളത്. ഈ കോൺസെപ്റ്റ് തന്നെ വൈക്കാരിയസ് ലയബിലിറ്റി ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. വൈക്കാരിയസ് ലയബിലിറ്റി ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നതും പ്രോബ്ലം സോൾവിംഗ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഇതും എസ്സേ ആയിട്ട് വരുന്ന ഒരു ഏരിയ തന്നെയാണ്. നിങ്ങളോട് വൈക്കാരിയസ് ലയബിലിറ്റി ഓഫ് സ്റ്റേറ്റ് എന്ന് ചോദിച്ചാൽ സ്റ്റേറ്റ് വൈക്കാരിയസ്ലി ലയബിൾ ആവോ? വൈക്കാരിയസ് ലയബിലിറ്റി എന്താ? മാസ്റ്റർ എന്ന രീതിയിൽ സെർവൻസ് ചെയ്യുന്ന ആക്ഷൻസിന്, കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റിൽ ചെയ്യുന്ന സെർവൻറ്റ് ചെയ്യുന്ന ആക്ഷൻസിന് മാസ്റ്റർ അവിടെ വൈക്കാരിയസ്ലി ലയബിൾ ആകും, മാസ്റ്റർ റെസ്പോൺസിബിൾ ആകും അതിന് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ടെന്ന് പറയുന്നു. പക്ഷെ അതിൽ സ്റ്റേറ്റിന് ലയബിലിറ്റി വരുമോ? സ്റ്റേറ്റ് എന്ന് പറയുന്ന വ്യക്തിയെ നമുക്കറിയാം ഒരു ലീഗൽ പേഴ്സണാലിറ്റിയാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റേറ്റിന്റെ ഗവൺമെന്റ് സെർവൻസ് ഒക്കെ അവരെന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ, പബ്ലിക് അതോറിറ്റീസ് അവരൊക്കെ ചെയ്യുമ്പോൾ സ്റ്റേറ്റ് എന്ന് പറയുന്ന അതോറിറ്റിക്ക് ലയബിലിറ്റി, സ്റ്റേറ്റിന് അവിടെ ലയബിലിറ്റി വരുന്നുണ്ടോ? അതാണ് നമ്മൾ വൈക്കാരിയസ് ലയബിലിറ്റി ഓഫ് ദി സ്റ്റേറ്റ്. അത് നമ്മൾ രണ്ട് രീതിയിലാണ് തരംതിരിക്കുന്നത്. സ്റ്റേറ്റിന്റെ ഫംഗ്ഷൻസിനെ സോവറിൻ ഫംഗ്ഷൻസ് എന്നും നോൺ സോവറിൻ ഫംഗ്ഷൻ എന്നും, സ്റ്റേറ്റിന്റെ പരമപ്രധാനമായിട്ടുള്ള ഫംഗ്ഷൻസും അതല്ലാത്ത നോൺ സോവറിൻ ആയിട്ടുള്ള ഫംഗ്ഷൻസും. ഇത് നോക്കിയിട്ടാണ് നമ്മൾ സ്റ്റേറ്റിന്റെ ലയബിലിറ്റി അവിടെ ഫിക്സ് ചെയ്യുന്നത്. സ്റ്റേറ്റ് വൈക്കാരിയസ്ലി ലയബിൾ ആകോ ഇല്ലയോ എന്നുള്ളത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ലീഗൽ പേഴ്സണാലിറ്റിയാണ്. നിങ്ങൾ കേസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും യൂണിയൻ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് കേരള എന്നൊക്കെ പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റ് ഓഫ് കേരളയ്ക്ക് അഗൈൻസ്റ്റ് കേസ് കൊടുക്കാൻ പറ്റും? അവർക്ക് മൈൻഡ്, ഫിസിക്, ബോഡി ഒക്കെ ഉള്ളതാണോ? ഇല്ല. പക്ഷെ അതിന് നമ്മുടെ ലോയുടെ അണ്ടറിലേക്ക് പേഴ്സൺ എന്ന് പറയുമ്പോഴേക്കും നാച്ചുറൽ പേഴ്സൺ മാത്രമല്ല വരുന്നത്. ആരൊക്കെ വരുന്നുണ്ട്? കമ്പനി വരുന്നുണ്ട്, കോർപ്പറേഷൻ വരുന്നുണ്ട്, ഐഡിയോൾ, സ്റ്റാറ്റ്യൂട്ട്, ഇതൊക്കെ വരുന്നുണ്ട്. സോ അവർക്കൊക്കെ എങ്ങനെ നിങ്ങൾ കോർപ്പറേഷൻ ഓഫ് ഇന്നത് എന്നൊക്കെ പറഞ്ഞ കേസ് കണ്ടിട്ടുണ്ടാവുമായിരിക്കും, വേഴ്സസ് ഇട്ടിട്ട. അപ്പൊ അതൊക്കെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരെയൊക്കെ ലീഗൽ പേഴ്സണാലിറ്റിയുടെ അണ്ടറിലാണ് കണക്കാക്കുന്നത്. അവരെയൊക്കെ ഒരു നമ്മളൊരു ബോഡി അല്ലെങ്കിൽ ഒരു ഫിസിക് മൈൻഡ് ഒന്നും ഇല്ലെങ്കിൽ പോലും അവരെയൊക്കെ ഒരു ലീഗൽ പേഴ്സണാലിറ്റിയുടെ അണ്ടറിൽ കണക്കാക്കും. നാച്ചുറൽ പേഴ്സൺസിന് മാത്രമല്ല പേഴ്സൺ എന്ന് പറയുന്ന ഡെഫിനിഷൻ അണ്ടറിൽ വരുന്നത്. എപ്പിസിൽ പേഴ്സൺ ആരാന്ന് പറയുന്നുണ്ട്. പേഴ്സൺ എന്ന് പറയുമ്പോൾ നാച്ചുറൽ പേഴ്സൺ മാത്രമല്ല ഇങ്ങനെയുള്ള ലീഗൽ പേഴ്സണാലിറ്റി അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ലീഗൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് സ്റ്റേറ്റ്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റിന്റെ റൈറ്റ്സ്, മറ്റു ഒബ്ലിഗേഷൻസ്, ഡ്യൂട്ടീസ് ഒക്കെ ഉണ്ട്. ഇതെല്ലാം ആരിലൂടെ ആയിരിക്കും നടക്കുന്നത്? സ്റ്റേറ്റിന്റെ സെർവൻസിലൂടെ. അതായത് സ്റ്റേറ്റിന്റെ സെർവൻസിലൂടെ ആയിരിക്കും അവരുടെ ഫംഗ്ഷൻസും അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ നടക്കുന്നത്. അപ്പൊ അവർ ആക്ട് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഹ്യൂമൻ ബീയിങ്സ് വഴിയായിട്ടാണ് സ്റ്റേറ്റ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റിന്റെ സെർവൻസ് എന്തെങ്കിലും റോങ്ഫുൾ ആക്ട് കമ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ടോർഷ്യസ് ആക്ട് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റിലാണ് എങ്കിൽ സ്റ്റേറ്റ് ലയബിൾ ആകും, വൈക്കാരിയസ്ലി ലയബിൾ ആവും. വൈക്കാരിയസ് ലയബിലിറ്റി എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ കേസിലും വരുന്നുണ്ട്. സ്റ്റേറ്റും വൈക്കാരിയസ്ലി ലയബിൾ ആകുന്നതാണ്. പക്ഷെ ഇത് എപ്പോഴും ലയബിൾ ആവില്ല. അതാണ് രണ്ട് രീതിയിൽ പറഞ്ഞ് സോവറിൻ ഫംഗ്ഷൻസ് എന്നും നോൺ സോവറിൻ ഫംഗ്ഷൻസ്, പരമപ്രധാനമായിട്ടുള്ള ഫംഗ്ഷൻസും ഇനി അല്ലാത്തത് നോൺ സോവറിൻ ആയിട്ടുള്ള ഫംഗ്ഷൻസും, ഇങ്ങനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പൊ അതിനെങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ തന്നെ ഇംഗ്ലണ്ടിന്റെ കോൺസെപ്റ്റിൽ, അതായത് കോമൺ ലോ പ്രിൻസിപ്പിളിന്റെ അണ്ടറിൽ ഇത് എങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് നമുക്കത് ഇന്ത്യൻ പെർസ്പെക്റ്റീവിലേക്ക്, ഇന്ത്യയിൽ ഈ പറയുന്നത് എങ്ങനെയാണെന്ന് കൂടി നോക്കാം. അപ്പൊ ഇംഗ്ലണ്ടില് ഒരു ജനറൽ ആയിട്ടുള്ള റൂൾ എന്ന് പറഞ്ഞ ഇതായിരുന്നു, കിങ്ങിന് ഒരിക്കലും വൈക്കാരിയസ്ലി ലയബിൾ ആക്കാനായിട്ട് പറ്റില്ല സെർവൻറ്റ് ചെയ്യുന്ന ടോർച്ചസ് ആക്ടിന്. കാരണം അവിടെ നിലവിലുണ്ടായിരുന്ന റൂൾ എന്ന് പറയുന്നത് കിങ് ക്യാൻ ഡു നോ റോങ്. കിങ്ങിന് ഒരിക്കലും തെറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് കിങ് ആണ് ഏറ്റവും സുപ്പീരിയർ. കിങ്ങിന് ഒരിക്കലും, അവിടെ കിങ് ആണല്ലോ, അപ്പോൾ കിങ്ങിന് ഒരിക്കലും, അതായത് ക്രൗണിന് ഒരിക്കലും ഈ പറയുന്ന റോങ് ചെയ്യാനായിട്ട് പറ്റില്ല. ക്രൗൺ ഒരിക്കലും റോങ് ചെയ്യുന്ന ഒരു പേഴ്സണെ അല്ല, അവരാണ് എല്ലാത്തിനും മുകളിൽ. അപ്പോൾ അവർക്ക് എഗനിസ്റ്റ് ആയിട്ട് നമുക്ക് സ്യൂട്ട് കൊടുക്കാനോ അവരെ പിടിച്ച് വൈക്കാരിയസ്ലി ലയബിൾ ആക്കാനോ കോമ്പൻസേഷൻ വാങ്ങാനോ ഒന്നും പറ്റില്ല. ഇതായിരുന്നു ഇംഗ്ലണ്ടിലെ ആ റൂള്, കിങ് ക്യാൻ ഡു നോ റോങ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ റെസ് നോൺ പൊട്ടസ് പെക്കേർ എന്ന് പറയുന്നത്. മാക്സിമം ആണ് റെസ്, REX, റെക്സ് നോൺ, NON, നോൺ, പൊട്ടസ്റ്റ്, POTEST, പൊട്ടസ്റ്റ് പെക്കേർ, PECCARE, റെസ് നോൺ പൊട്ടസ് പെക്കേർ എന്ന് പറയുന്നത്. വിച്ച് മീൻസ് ആ ഒരു കിങ് ആയിട്ടുള്ള വ്യക്തിക്ക് ഒരിക്കലും റോങ് കമ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് പറയുന്ന റൂളായിരുന്നു ഇംഗ്ലണ്ടിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള. അതിന്റെ അടിസ്ഥാനത്തിൽ എന്തായിരിക്കും, അവരെ നമുക്ക് വൈക്കാരിയസ്ലി ലയബിൾ ആക്കാൻ പറ്റില്ല, അവരുടെ അടുത്ത് നിന്ന് കോമ്പൻസേഷൻ വാങ്ങാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ 1949 ആയപ്പോഴേക്കും ഇംഗ്ലണ്ടിൽ ഒരു പുതിയ ആക്ട് വന്നു. ആ ആക്ട് ആണ് ക്രൗൺ പ്രൊസീഡിങ്സ് ആക്ട് എന്ന് പറയുന്ന ആക്ട്. ആ ക്രൗൺ പ്രൊസീഡിങ്സ് ആക്ട് എനാക്ട് ചെയ്തത് ബ്രിട്ടീഷ് പാർലമെന്റ് ആണ്. ഈ ഒരു ബ്രിട്ടീഷ് പാർലമെന്റ് എനാക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ആക്ട് വഴിയായിട്ട് പറയുന്നത് സ്റ്റേറ്റിനെയും വേണമെങ്കിൽ വൈക്കാരിയസ്ലി ലയബിൾ ആക്കാൻ പറ്റുന്നതാണ്. എന്തിന്? സെർവൻസ് കമ്മിറ്റ് ചെയ്യുന്ന, സെർവൻറ്റിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്ന ടോർഷ്യസ് ആയിട്ടുള്ള, അതായത് റോങ്ഫുൾ ആയിട്ടുള്ള ആക്ടുകൾക്ക് സ്റ്റേറ്റിനും വൈക്കാരിയസ് ലയബിലിറ്റി ഉണ്ട് എന്ന് ഫിക്സ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ അത് എക്സ്റ്റാബ്ലിഷ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ആക്ട് ആയിരുന്നു ക്രൗൺ പ്രൊസീഡിങ്സ് ആക്ട് എന്ന് പറയുന്നത്. 1949 വന്നിട്ടുള്ള ആക്ട്.
ഇതാണ് ഇംഗ്ലണ്ടിലെ അവസ്ഥ. ആദ്യം ഇല്ലായിരുന്നു, പക്ഷെ പിന്നീട് 1949 ക്രൗൺ പ്രൊസീഡിങ്സ് ആക്ട് വന്നപ്പോഴാണ് അത് അവിടെ ആപ്ലിക്കബിൾ ആയത്. ഇന്ത്യയിലെ കേസിലേക്ക് വരുമ്പോൾ ഇന്ത്യയിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നതിന് മുമ്പ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നതിന് മുമ്പേ തന്നെ സ്റ്റേറ്റിനെ വൈക്കാരിയസ്ലി ലയബിൾ ആക്കാറുണ്ട് സെർവന്റ് ചെയ്യുന്ന റോങ്ഫുൾ ആക്ടിന്. കോൺസ്റ്റിറ്റ്യൂഷൻ വന്നപ്പോൾ പിന്നെ കറക്റ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് പ്രകാരം പറഞ്ഞു എങ്ങനെയാണ് ഗവൺമെന്റിന്റെ വൈക്കാരിയസ് ലയബിലിറ്റി സ്റ്റേറ്റിന്റെ എന്ന്. പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നതിന് മുമ്പും ഈ പറയുന്ന ഇവിടെ നമ്മൾ സ്റ്റേറ്റിനെ വൈക്കാരിയസ് ലയബിൾ ആകാറുണ്ട് സ്റ്റേറ്റിന്റെ സെർവന്റ് ചെയ്യുന്ന റോങ്ഫുൾ ആക്ടുകൾക്ക്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ വന്നതിന് മുമ്പത്തെ ഒരു കേസിലോ നോക്കാം. കോൺസ്റ്റിറ്റ്യൂഷൻ വന്നത് എന്താ 1950 അപ്പൊ അതിന് മുമ്പത്തെ കേസിലോ നമ്മൾ നോക്കുകയാണ് 1860. അപ്പൊ 1860 ഒരു കേസിലാണ് P&O സ്റ്റീം നാവിഗേഷൻ കമ്പനി വേഴ്സസ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഈ കേസ് പ്രകാരം സ്റ്റേറ്റ് വൈക്കാരിയസ്ലി ലയബിൾ ആണ് സെർവന്റ് ചെയ്യുന്ന റോങ്ഫുൾ ആക്ടുകൾക്ക്. അതെങ്ങനെയാണെങ്കിൽ നോൺ സോവറിൻ ഫങ്ഷൻസ് ഓഫ് ദി സ്റ്റേറ്റ് ആണെങ്കിൽ, അതായത് സ്റ്റേറ്റിന്റെ പരമപ്രധാനമായിട്ടുള്ള ഫംഗ്ഷൻ അല്ല. സോവറിൻ മീൻസ് അതിന്റെ സുപ്രീമസിയിൽ വരുന്നത്. ഇത് നോൺ സോവറിനാ. അപ്പൊ സ്റ്റേറ്റിന്റെ അത്രയും പരമപ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ആ സോവറിൻ ഫംഗ്ഷനിൽ വരുന്ന ഫംഗ്ഷൻ അല്ലാതെ നോൺ സോവറിൻ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ സ്റ്റേറ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്ന സമയത്ത് സെർവന്റിന്റെ ഭാഗത്ത്, അത് ആ കോൾസ് ഓഫ് എംപ്ലോയ്മെന്റിലാണ് എങ്കിൽ സെർവന്റിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു നെഗ്ലിജൻസ് ഉണ്ടായി കഴിഞ്ഞാൽ സ്റ്റേറ്റ് അവിടെ വൈക്കാരിയസ്ലി ലയബിൾ ആകുമെന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നതിന് മുമ്പേ കേസ് ലോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ കേസ് ഒന്ന് ഓർത്തിരിക്കുക. സ്റ്റേറ്റ് വൈക്കാരിയസ്ലി ലയബിൾ ആകും നോൺ സോവറിൻ ഫംഗ്ഷൻസിന്. പക്ഷെ സോവറിൻ ഫംഗ്ഷൻസിലാണെങ്കിലോ, അതായത് സ്റ്റേറ്റിന്റെ സെർവന്റ് ചെയ്തുകൊണ്ടിരുന്നത് സ്റ്റേറ്റിന് വേണ്ടി അത്രയും പരമപ്രധാനമായിട്ടുള്ള സ്റ്റേറ്റിന്റെ അത്രയും സുപ്രീമസിയിൽ വരുന്ന ഒരു ഫംഗ്ഷൻ ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ അവരുടെ ഭാഗത്ത് നിന്ന് സ്റ്റേറ്റിന് എന്തെങ്കിലും, സ്റ്റേറ്റിന്റെ സെർവന്റിന് എന്തെങ്കിലും അത് ചെയ്തപ്പോൾ, ആ സോവറിൻ ഫംഗ്ഷൻ ചെയ്തപ്പോൾ എന്തെങ്കിലും വീഴ്ച ഉണ്ടായി, നെഗ്ലിജൻസ് ഉണ്ടായി കഴിഞ്ഞാൽ ആര് ലയബിൾ ആവില്ല? സ്റ്റേറ്റിന്റെ ആ ഒരു സെർവന്റ് ചെയ്ത റോങ്ഫുൾ ആക്ടിന് സ്റ്റേറ്റിന് വൈക്കാരിയസ് ലയബിലിറ്റി വരില്ല. സോവറിൻ ഫംഗ്ഷൻ ആണെങ്കിൽ. നോൺ സോവറിൻ ഫംഗ്ഷൻ ആണെങ്കിൽ വരും. അപ്പൊ നിങ്ങൾ ഇത്ര ഓർത്താൽ മതി, പരമപ്രധാനമായിട്ടുള്ള ഒരു ഫംഗ്ഷൻ സ്റ്റേറ്റിന് വേണ്ടി ചെയ്ത സമയത്ത് സെർവന്റ് ചെയ്തപ്പോൾ എന്തെങ്കിലും നെഗ്ലിജൻസ് സംഭവിച്ചാലും സ്റ്റേറ്റ് അവിടെ വൈക്കാരിയസ്ലി ലയബിൾ ആകും. കാരണം അത്ര പരമപ്രധാനം അല്ലല്ലോ, നോൺ സോവറിൻ അല്ലേ. പക്ഷെ സോവറിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ ആണെങ്കിലോ അത് സ്റ്റേറ്റിന് വേണ്ട സുപ്രീമസിയിൽ വരുന്ന കാര്യമാണ് ചെയ്തത്. സോ സ്റ്റേറ്റ് അവിടെ വൈക്കാരിയസ്ലി ലയബിൾ ആകുന്നതല്ല. സോവറിൻ ഫംഗ്ഷൻസ് ആണ് എങ്കിൽ സ്റ്റേറ്റ് വൈക്കാരിയസ്ലി ലയബിൾ ആവില്ല. പിന്നെ അതുപോലെ തന്നെ മറ്റു കേസാണ് നമ്മൾ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് വേഴ്സസ് കോക്രാഫ്റ്റ്. ഇതിലൊക്കെ ഈ ഒരു സെയിം കാര്യം തന്നെയാണ് പറഞ്ഞത്. സ്റ്റേറ്റ് വൈക്കാരിയസ്ലി ലയബിൾ ആകുന്നത് സോവറിൻ ഫംഗ്ഷൻസിനല്ല, നോൺ സോവറിൻ ഫംഗ്ഷൻസ് ഓഫ് ദ സെർവന്റുകൾക്ക് മാത്രമേ ഉള്ളൂ എന്ന് 1915 കേസാണ്. ഇതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നതിന് മുമ്പുള്ള കേസാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നതിന് മുമ്പേ ഈ ഒരു വൈക്കാരിയസ് ലയബിലിറ്റി ഓഫ് സ്റ്റേറ്റ് അവിടെ ഉണ്ടായിരുന്നു എന്ന് കാണിക്കാനാണ് നമ്മൾ ഈ കേസൊക്കെ പറയുന്നത്. അപ്പൊ ഈ കേസിൽ എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഇത് മിലിറ്ററി റോഡ് പണിയില്ലേ, മിലിറ്ററി റോഡ് പണിയുന്നതിന്റെ ഭാഗമായിട്ട് കുറെ ചരലും മണ്ണും ഒക്കെ കൂട്ടി അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഹീപ്പൊക്കെ. അപ്പൊ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റ് ആണ്, അത് സ്റ്റേറ്റിന്റെ ആണല്ലോ. അപ്പൊ ആ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റ് മിലിറ്ററി റോഡ് പണിയുന്നതിന്റെ ഭാഗമായിട്ട് ഒരു ഹീപ്പ് ഓഫ് ഗ്രേവൽ, ചരലും മണൽ ഇതൊക്കെ കൂട്ടിക്കൊണ്ട് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. നെഗ്ലിജന്റ് ആയിട്ടുള്ള രീതിയിൽ അവിടെ ഇട്ടു. അപ്പൊ ഈ ഒരു പ്ലെയിന്റിഫ് അതിൽ വന്ന സമയത്ത്, വോക്ക് ചെയ്ത് നടന്ന് വരുന്ന സമയത്ത് പുള്ളിക്കാരന് ഇഞ്ചുറി പറ്റി, തട്ടി വീഴോ എന്തോ ചെയ്ത് പുള്ളിക്ക് ഇഞ്ചുറി പറ്റി. അങ്ങനെ പറ്റുന്ന സമയത്ത് ഇയാൾ കൊണ്ട് ഡാമേജസിന് വേണ്ടി, അതായത് കോമ്പൻസേഷന് വേണ്ടിയിട്ട് ഗവൺമെന്റിന് എഗനസ്റ്റ് ആയിട്ട്, പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ ഗവൺമെന്റ് എഗനസ്റ്റ് ആയിട്ട് കൊണ്ട് സ്യൂട്ട് കൊടുത്തു. അപ്പൊ മിലിറ്ററി റോഡ് പണിയാന്ന് പറയുന്നത്, എസ്പെഷ്യലി മിലിറ്ററി റോഡ് അത് പണിയാന്ന് പറയുന്നത് എന്താണ്, ഗവൺമെന്റിന്റെ സോവറിൻ ഫംഗ്ഷനിൽ വരുന്ന ഒരു കാര്യമാണ്. അങ്ങനെയുള്ള ഒരു പരമപ്രധാനമായിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഗവൺമെന്റ് ചെയ്ത സമയത്ത്, അതായത് ഗവൺമെന്റിന്റെ സെർവന്റുകൾ ചെയ്ത സമയത്ത് അവർക്ക് പ്ലെയിന്റിഫിന് ഇഞ്ചുറി പറ്റിയെന്ന് പറഞ്ഞ് പ്ലെയിന്റിഫ് പോയി സ്റ്റേറ്റിനെ വൈക്കാരിയസ്ലി ലയബിൾ ആക്കാൻ സ്യൂട്ട് കൊടുത്താണ്. അപ്പൊ കോടതി എന്ത് പറഞ്ഞു, സ്റ്റേറ്റ് വൈക്കാരിയസ്ലി ലയബിൾ ആകുന്നത് സോവറിൻ ഫംഗ്ഷൻസിനല്ല, സെർവൻസിന്റെ നോൺ സോവറിൻ ഫംഗ്ഷൻസിനാണ്. ഇത് സോവറിൻ ഫംഗ്ഷൻ ആണ്. അതായത് റോഡ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പെർട്ടിക്കുലർലി മിലിറ്ററി റോഡ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ ഗവൺമെന്റിന്റെ ഒരു സോവറിൻ ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഈ സ്യൂട്ട് മെയിൻറ്റെയിനബിൾ അല്ല, നിലനിൽക്കില്ല. ആർക്ക് കോമ്പൻസേഷൻ കിട്ടില്ല എന്ന് പറഞ്ഞു, സ്റ്റേറ്റിന്റെ അണ്ടറിൽ നിന്നും, അതായത് ഗവൺമെന്റിനെ വൈക്കാരിയസ്ലി ലയബിൾ ആക്കി കോമ്പൻസേഷൻ ഈ പ്ലെയിന്റിഫിന് കിട്ടില്ല എന്നാണ് പറഞ്ഞത്. കാരണം സ്റ്റേറ്റിന്റെ ഒരു സോവറിൻ ഫംഗ്ഷൻ ആണ് ചെയ്തുകൊണ്ടിരുന്നത്. സോ അതുകൊണ്ട് സ്റ്റേറ്റിന്റെ വൈക്കാരിയസ് ലയബിലിറ്റി അവിടെ വരില്ല. സെർവന്റ് ചെയ്യുന്ന നോൺ സോവറിൻ ഫംഗ്ഷന് മാത്രമേ ലയബിൾ ആവുള്ളൂ. മിലിറ്ററി റോഡ് പണിയാന്നൊക്കെ പറയുന്ന സ്റ്റേറ്റിന്റെ അത്രയും സുപ്രീമസിയിലുള്ള പവർ അല്ലേ. സോ അത് ചെയ്തപ്പോൾ പ്ലെയിന്റിഫിന് എന്തെങ്കിലും പറ്റിയെങ്കിൽ പ്ലെയിന്റിഫിന് അവിടെ ഈ പറയുന്ന സ്റ്റേറ്റിന്റെ അടുത്ത് വൈക്കാരിയസ്ലി ലയബിൾ ആക്കാൻ പറ്റുന്നതല്ല. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നതിന് മുമ്പേ അവിടെ ഫിക്സഡ് ആയിരുന്നു നമ്മൾ പറഞ്ഞു. കോൺസ്റ്റിറ്റ്യൂഷൻ വന്നപ്പോഴും ഇതേ കാര്യം തന്നെയാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത്. സോവറിൻ ഫംഗ്ഷൻസ് ആണ് സ്റ്റേറ്റിന്റെ സെർവൻസ് ചെയ്യുന്നതെങ്കിൽ സ്റ്റേറ്റ് വൈക്കാരിയസ്ലി ലയബിൾ ആവില്ല. നോൺ സോവറിൻ ഫംഗ്ഷൻസ് ആണ് ചെയ്യുന്നതെങ്കിൽ സ്റ്റേറ്റ് വൈക്കാരിയസ്ലി ലയബിൾ ആകും. അപ്പൊ അത് നിശ്ചിതമായിട്ടുള്ള ഒരു ആർട്ടിക്കിൾസിലേക്ക് കൊണ്ടുവന്നു എന്ന് മാത്രം. ആ ആർട്ടിക്കിൾസ് ആണ് ആർട്ടിക്കിൾ 294 ക്ലോസ് ബി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കേട്ടോ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 294 ക്ലോസ് ബി, 294 ക്ലോസ് ബി ബ്രാക്കറ്റിൽ ഇടുക, ക്ലോസ് ബി എന്നുള്ളത് സ്മോൾ ലെറ്റർ, പിന്നെ 300. ഇതിന് രണ്ടിന്റെ അണ്ടറിലാണ് സ്റ്റേറ്റിന്റെ
ടോർഷ്യസ് ലയബിലിറ്റി നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. 294 ക്ലോസ് ബിയുടെ അണ്ടറിൽ യൂണിയൻ ഓഫ് ഇന്ത്യ സെൻട്രൽ ഗവൺമെന്റിന്റെയും ദെൻ 300 അണ്ടറിൽ അതായത് സ്റ്റേറ്റ് ഗവൺമെന്റുകളുടെയും ടോർഷ്യസ് ലയബിലിറ്റി ആണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഈ ആർട്ടിക്കിൾസിന് അണ്ടറിൽ പറഞ്ഞു. ഇവിടെയും പറയുന്നത് സോവറിൻ ഫംഗ്ഷൻസിനാണെങ്കിൽ സ്റ്റേറ്റ് വൈക്കാരിയസ്ലി ലയബിൾ ആവില്ല സെർവന്റ് ചെയ്യുന്ന കാര്യങ്ങൾക്ക്. നോൺ സോവറിൻ ഫംഗ്ഷൻസിന് മാത്രമേ സ്റ്റേറ്റ് വൈക്കാരിയസ്ലി ലയബിൾ ആകുമെന്ന്. ഈ സെയിം കാര്യം തന്നെയാണ് കേട്ടോ പറയുന്നത്. അപ്പൊ അതിൽ നമുക്ക് കുറച്ച് കേസ് ലോസ് നോക്കാം. ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസാണ്. പലപ്പോഴും പ്രോബ്ലം സോൾവിംഗിന് ചോദിച്ചു കാണാറുള്ള ഒരു കേസാണ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ വേഴ്സസ് വിദ്യാവതിയുടെ കേസ്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് കേട്ടോ ഇത്. സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ വേഴ്സസ് വിദ്യാവതിയുടെ കേസ്. സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ വേഴ്സസ് വിദ്യാവതി. ഈ കേസിൽ എന്ന് പറയുന്നത് ഒരു ജീപ്പ് ഓണർ ആള്, ജീപ്പ് എന്ന് പറയുന്നത് ഈ പറയുന്ന സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ സ്റ്റേറ്റിന്റെ ഗവൺമെന്റ് ഇതിലുള്ളതാണ്, വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗവൺമെന്റ് ജീപ്പാണ്. അപ്പൊ ഈ പറയുന്ന ജീപ്പ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാന്റെ മെയിൻ്റനൻസിലും അല്ലെങ്കിൽ ഓണർഷിപ്പിലും ഉണ്ടായിരുന്ന ഒരു ജീപ്പായിരുന്നു. അത് ഒഫീഷ്യൽ യൂസിന്, കളക്ടറിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒഫീഷ്യൽ യൂസിൽ ഉണ്ടായിരുന്ന ജീപ്പാണത്. അപ്പൊ അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു ജീപ്പ്, ഈ ജീപ്പിന്റെ ഡ്രൈവർ നെഗ്ലിജന്റ്ലി ആ ജീപ്പ് ഓടിച്ചത് വഴിയായിട്ട് എവിടുന്ന് വർക്ക്ഷോപ്പിൽ നിന്ന് ഇത് റിപ്പയർ ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുവരുമായിരുന്നു. അത് തിരിച്ചു കൊണ്ടുവരുന്ന വഴിക്ക് റിപ്പയർ ചെയ്ത് തിരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് ഡ്രൈവറിന്റെ നെഗ്ലിജന്റ് ആയിട്ടുള്ള ഡ്രൈവിംഗ് കാരണം വേറൊരു ആളെ വണ്ടി ഇടിക്കുകയും ആള് മരിച്ചു പോവുകയും ചെയ്തു. and ആളുടെ വിധവയായിട്ടുള്ള ഭാര്യയാണ് കൊണ്ട് കേസ് കൊണ്ട് കൊടുക്കുന്നത് സ്റ്റേറ്റിന് എഗനിസ്റ്റ് ആയിട്ട് കോമ്പൻസേഷന് വേണ്ടിയിട്ട്. സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ എഗനിസ്റ്റ് ആയിട്ട് ഡാമേജസിന് വേണ്ടി കൊണ്ട് സ്യൂട്ട് കൊടുക്കുന്നു. അതായത് സ്റ്റേറ്റിനെ വൈക്കാരിയസ്ലി ലയബിൾ ആക്കിക്കൊണ്ട്, സ്റ്റേറ്റിന് ജീപ്പാണല്ലോ അതുകൊണ്ട്. അപ്പൊ അങ്ങനെ കൊടുത്ത സമയത്ത് ഇതിൽ സുപ്രീം കോർട്ട് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ സ്റ്റേറ്റ് വൈക്കാരിയസ്ലി ലയബിൾ ആണ്. കാരണം റിപ്പയർ ചെയ്തിട്ട് വണ്ടി തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്ന സ്റ്റേറ്റിന്റെ സോവറിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ ആണോ? അല്ല, നോൺ സോവറിൻ ഫംഗ്ഷനോ. സോ അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് സെർവന്റ് ചെയ്ത ആ ഒരു നോൺ സോവറിൻ ഫംഗ്ഷൻ ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന നെഗ്ലിജന്റ് ആക്ടിന്, ടോർഷ്യസ് ആക്ടിന് ആര് ലയബിൾ ആവും? സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ വൈക്കാരിയസ്ലി ലയബിൾ ആണ്. അവരുടെ ഭാഗത്ത് നിന്നുണ്ടായ, സെർവന്റിന്റെ ഭാഗത്ത് നിന്നുണ്ട നോൺ സോവറിൻ ഫംഗ്ഷന്റെ സമയത്ത് ഉണ്ടായിരുന്ന ടോർഷ്യസ് ആക്ടിന് വൈക്കാരിയസ്ലി ലയബിൾ ആണ്. കോമ്പൻസേഷൻ കൊടുക്കാൻ സ്റ്റേറ്റ് വൈക്കാരിയസ്ലി ലയബിൾ ആണെന്നാണ് പറഞ്ഞത്. കാരണം റിപ്പയർ ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുവരുമല്ലേ, അല്ലാണ്ട് വേറെ എന്തെങ്കിലും ആർമി റിലേറ്റഡ് കാര്യങ്ങൾക്കോ അങ്ങനെ പോയതൊന്നും അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ സ്റ്റേറ്റ് വൈക്കാരിയസ്ലി ലയബിൾ ആണെന്നാണ് പറഞ്ഞത്, നോൺ സോവറിൻ ഫംഗ്ഷൻ ആയതുകൊണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കേസ് ഉണ്ട്, റെയിൽവേ ബോർഡ് വേഴ്സസ് ചന്ദ്രിമദാസിന്റെ കേസ്. റെയിൽവേ ബോർഡ് വേഴ്സസ് ചന്ദ്രിമദാസ്. ഈ കേസിൽ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, ഹനൂഫ ഖട്ടോൺ ആള് ബംഗ്ലാദേശിൽ നിന്നും വരികയാണ്. എന്നിട്ട് ഗ്യാങ് റേപ്പ് ചെയ്യാണ് ഒരു ഹൗറ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഈ പെൺകുട്ടിയെ ഒരു റെയിൽവേ എംപ്ലോയീസ് തന്നെ അവര് കൂട്ടത്തോട് കൂടിയിട്ട് ഗ്യാങ് റേപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഗ്യാങ് റേപ്പ് ചെയ്ത കേസിൽ സുപ്രീം കോടതി ഈ കേസിൽ പറഞ്ഞത് റെയിൽവേ നടത്തുക എന്ന് പറയുന്നത് ഒരു കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റി ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റി ആയതുകൊണ്ട് തന്നെ അതൊരു നോൺ സോവറിൻ ഫംഗ്ഷൻ ആണ്. പരമപ്രധാനമായിട്ടുള്ള ഒരു ഫംഗ്ഷൻ അല്ല, റെയിൽവേ നടത്തി അവിടെ കാശ് കിട്ടുന്നുണ്ട്. അപ്പൊ ഇത് നോൺ സോവറിൻ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ എംപ്ലോയീസ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായ നോൺ സോവറിൻ ആയിട്ടുള്ള ഫംഗ്ഷന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന ആ സമയത്തുള്ള ടോർഷ്യസ് ആയിട്ടുള്ള ആക്ട് അവർ കമ്മിറ്റ് ചെയ്തതിന് റെയിൽവേ എന്ന് പറയുന്നത് ലയബിൾ ആണ്. എന്നാൽ റെയിൽവേക്ക് മാത്രം ലയബിലിറ്റി കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ജോയിന്റ്ലി ആൻഡ് സെവർലി ആരും ലയബിൾ ആകും? ഈ പറയുന്ന എംപ്ലോയീസും ലയബിൾ ആണ്. ഇവർ രണ്ടുപേരും ലയബിൾ ആണെന്നാണ് ഈ കേസിൽ പറഞ്ഞത്. റെയിൽവേക്കും വൈക്കാരിയസ്ലി ലയബിൾ, മാസ്റ്റർ എന്ന രീതിയിൽ റെയിൽവേക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഈ കേസിൽ ലയബിലിറ്റി വരുന്നുണ്ട്. കാരണം സെൻട്രൽ ഗവൺമെന്റിന് ലയബിലിറ്റി അവിടെ വരുന്നുണ്ട്. സെൻട്രൽ ഗവൺമെന്റിന് ലയബിലിറ്റി വരാൻ കാരണം റെയിൽവേ എന്ന് പറയുന്നത് തന്നെ ഒരു നോൺ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്, ഇൻകം ജനറേറ്റ് ചെയ്യുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ അവിടെ അത് നോൺ സോവറിൻ ഫംഗ്ഷൻ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. സോവറിൻ ആയിട്ടുള്ള പരമപ്രധാനമായിട്ടുള്ള അത്രയും സുപ്രീമസിയിലുള്ള ചെയ്യേണ്ട ഒരു കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മണി മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അതുകൊണ്ട് തന്നെ അത് നോൺ സോവറിൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് സ്റ്റേറ്റ് വൈക്കാരിയസ്ലി ലയബിൾ ആണ് കോമ്പൻസേഷൻ കൊടുക്കാനായിട്ട് ആ കുട്ടിക്ക് എന്ന് പറഞ്ഞ കേസാണ്. കോടതി ആ കേസിൽ 10 ലക്ഷത്തോളം രൂപ കോമ്പൻസേഷൻ അവാർഡ് ചെയ്യുകയും ചെയ്തു. രണ്ടുപേരോടും കൊടുക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പൊ ആ കേസാണത്. പിന്നെ അതുപോലെ തന്നെ അടുത്ത കേസാണ്, ഒരു കേസും കൂടി നമുക്ക് നോക്കാം, കസ്തൂരിലാൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് യു പി. കസ്തൂരിലാൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് യു പിയുടെ കേസിൽ ഈ പോലീസ് കസ്തൂരിലാലിനെ അറസ്റ്റ് ചെയ്യുന്നു. കസ്തൂരിലാലിനെ അറസ്റ്റ് ചെയ്തത് സംശയാസ്പദമായിട്ടാണ്. അതായത് ഇയാള് മോഷണ വസ്തു കൈവശം വെച്ചു എന്നുള്ള സംശയാസ്പദമായിട്ടാണ് കസ്തൂരിലാലിനെ അറസ്റ്റ് ചെയ്യുന്നത്. കുറെ ഗോൾഡ് ഓർണമെന്റ്സ് പൊസസ് ചെയ്ത് വെക്കുന്നുണ്ടെന്ന് പറഞ്ഞ്. അപ്പൊ എന്നിട്ട് ഇയാൾക്ക് എഗനിസ്റ്റ് ആയിട്ട് ഒരു ക്രൈം കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു, സ്റ്റോളൻ ആയിട്ടുള്ള പ്രോപ്പർട്ടി കൈവശം വെച്ചതിന്. അങ്ങനെ ഇയാൾക്ക് എഗനിസ്റ്റ് കേസ് രജിസ്റ്റർ ചെയ്ത സമയത്ത് എന്നിട്ട് ഇയാളുടെ അടുത്ത് നിന്ന് ഈ ഒരു പോലീസ് ഗോൾഡ് ഓർണമെന്റ്സ് ഒക്കെ റിക്കവർ ചെയ്തെടുത്ത് പോലീസ് കസ്റ്റഡിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അവസാനം കേസൊക്കെ നടത്തി ഇയാള് നിരപരാധിയാണെന്ന് തിരിച്ചറിഞ്ഞ് കോടതി ഇയാളെ അക്വിറ്റ് ചെയ്തു, വെറുതെ വിട്ടു. അങ്ങനെ വെറുതെ വിട്ട സമയത്ത് ഈ കസ്തൂരിലാൽ എന്ത് ചെയ്തു,
ഇയാളുടെ ഗോൾഡ് ഓർണമെന്റ്സ് ആണെന്നും പറഞ്ഞുകൊണ്ട് പോയി ക്ലെയിം ചെയ്തു. അങ്ങനെ ക്ലെയിം ചെയ്ത സമയത്ത് ഗോൾഡ് ഓർണമെന്റ്സ് അവിടെ ഇല്ലായിരുന്നു. അവിടുത്തെ ഏതോ ഒരു കോൺസ്റ്റബിൾ അത് മിസ്അപ്രോപ്രിയേറ്റ് ചെയ്തു, ദുരുപയോഗം ചെയ്ത് എടുത്തുകൊണ്ട് പോയി. പുള്ളി പാകിസ്ഥാനിലേക്ക് പോയി, അതും എടുത്തോണ്ട് പോയി, രക്ഷപ്പെട്ടു. അങ്ങനെ പോയ സമയത്ത് കസ്തൂരിലാൽ കോമ്പൻസേഷന് വേണ്ടിയിട്ട് അയാളുടെ പ്രോപ്പർട്ടി നെഗ്ലിജന്റ്ലി സ്റ്റേറ്റ് ആണ് ഇത് ചെയ്തതെന്നും പറഞ്ഞുകൊണ്ട് പോലീസിന് എഗനിസ്റ്റ് ആയിട്ട് ഇയാൾ, അതായത് പോലീസ് അതോറിറ്റീസിന് എഗനിസ്റ്റ് നെഗ്ലിജൻസ് ആണെന്നും പറഞ്ഞുകൊണ്ട്, പോലീസ് അതോറിറ്റി ഗവൺമെന്റ് സെർവന്റ് ആണല്ലോ, അപ്പൊ അവർക്ക് എഗനിസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ പുള്ളി സ്റ്റേറ്റിന് കോമ്പൻസേഷന് വേണ്ടി സ്യൂട്ട് കൊടുത്തു. അങ്ങനെ സ്യൂട്ട് കൊടുത്ത സമയത്ത് ഇവിടെ കോടതി പറഞ്ഞത്, ഈ കേസിൽ സുപ്രീം കോടതി പറഞ്ഞ് സ്റ്റേറ്റിന് വൈക്കാരിയസ്ലി ലയബിൾ ആക്കാൻ പറ്റില്ല ഈ കേസിൽ. കാരണം ഇവിടെ നോൺ സോവറിൻ ഫംഗ്ഷൻ അല്ല ചെയ്തത്, സോവറിൻ ഫംഗ്ഷൻ ആണ്. അതായത് ഒരു കേസിൽ സംശയാസ്പദമായ രീതിയിൽ ഒരാൾ സ്റ്റോളൻ പ്രോപ്പർട്ടി കൈവശം വെച്ചു എന്ന് കണക്കാക്കുമ്പോൾ അയാളെ അറസ്റ്റ് ചെയ്യുകയും ആ മോഷണം മുതൽ കൈവശം വെച്ച് സ്റ്റേഷനിൽ സൂക്ഷിച്ചു വെക്കുന്നതൊക്കെ എന്താ, സ്റ്റേറ്റിന്റെ സോവറിൻ ഫംഗ്ഷൻ തന്നെയാണ്, പരമപ്രധാനമായിട്ടുള്ള ഫംഗ്ഷൻ തന്നെയാണ്. സോ സോവറിൻ ഫംഗ്ഷൻ ചെയ്ത സമയത്ത് അവിടെ സ്റ്റേറ്റിന്റെ സെർവന്റിന്റെ ഭാഗത്ത് നെഗ്ലിജന്റ് ഉണ്ടായെങ്കിൽ സ്റ്റേറ്റ് അതിന് ഉത്തരവാദിയാവേണ്ട. ആ പോലീസ് ഓഫീസർ അയാളെ റെസ്പോൺസിബിൾ ആക്കാം, അതല്ലാതെ ഈ സ്റ്റേറ്റിന് റെസ്പോൺസിബിലിറ്റി വരില്ല. സ്റ്റേറ്റ് വൈക്കാരിയസ്ലി ലയബിൾ അല്ല, കാരണം സോവറിൻ ഫംഗ്ഷൻ ആണ് അവിടെ സ്റ്റേറ്റ് ചെയ്തത് എന്ന് പറഞ്ഞാണ് സ്റ്റേറ്റിന്റെ വൈക്കാരിയസ് ലയബിലിറ്റി വരാതിരുന്നത്. അപ്പൊ സ്റ്റേറ്റിന് വൈക്കാരിയസ് ലയബിലിറ്റിയിലേക്ക് വരുമ്പോൾ രണ്ട് രീതിയിലേക്ക് എഴുതുക. ആദ്യം ഇംഗ്ലണ്ടിലെ സിറ്റുവേഷൻ ഒക്കെ നിങ്ങൾ ഒന്ന് എഴുതുക, അതിനുശേഷം കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നതിന് മുമ്പ് എഴുതുക, ദെൻ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നതിൽ ആർട്ടിക്കിൾസിന് അണ്ടറിൽ എഴുതുക, പിന്നെ നമ്മുടെ കേസ് ലോസും കൂടി എക്സ്പ്ലെയിൻ ചെയ്തുക. ഒരുപാട് കേസ് ലോസ് ഉണ്ട്, അപ്പൊ ആ കേസ് ലോസ് ഒക്കെ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ പറ്റുന്നതാണ്. വൈക്കാരിയസ് ലയബിലിറ്റി ഓഫ് ദി സ്റ്റേറ്റ്, ആ ജീപ്പിന്റെ വിദ്യാവതിയുടെ കേസൊക്കെ മിക്കപ്പോഴും പ്രോബ്ലം ചോദിക്കാറുള്ള കേസാണ് കേട്ടോ, അപ്പൊ അതൊക്കെ നോക്കിയിട്ട് പോവാം. ഇനി അടുത്തൊരു ടോപ്പിക് നമുക്ക് ഈ ഒരു സെക്കൻഡ് മോഡ്യൂളിൽ നോക്കേണ്ടത് ഇൻഡിപെൻഡന്റ് ടോട്ട് ഫീസേഴ്സും ജോയിന്റ് ടോട്ട് ഫീസേഴ്സും ആണ്. ഓൾറെഡി തന്നെ നമ്മൾ ജസ്റ്റ് ഇത് മെൻഷൻ ചെയ്തായിരുന്നു. ടോട്ട് ഫീസർ എന്ന് പറയുന്നത് ആരാണെന്ന് നമുക്കറിയാം, എന്ത് ടോട്ട് കമ്മിറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് നമ്മൾ ടോട്ട് ഫീസർ എന്ന് പറയുന്നത്. ഇതിൽ ജോയിന്റ് ടോട്ട് ഫീസേഴ്സും ഇൻഡിപെൻഡന്റ് ടോട്ട് ഫീസേഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്താ? ജോയിന്റ് ടോട്ട് ഫീസേഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും കൂടി ഒരു കോമൺ ഡിസൈൻസ് പ്ലാനിങ് ഒക്കെ നടത്തി ഇവർക്ക് ഒരേ ഉദ്ദേശമായിരിക്കും. ഒരേ ഉദ്ദേശത്തോടു കൂടി രണ്ടുപേരും കൂടി പോയിട്ട് ഒരു റോങ്ഫുൾ ആക്ട് കമ്മിറ്റ് ചെയ്യുന്നു, അതിന്റെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഡാമേജും വരുന്നു. അങ്ങനെയാണെങ്കിൽ ജോയിന്റ് ടോട്ട് ഫീസേഴ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇവരെ ജോയിന്റ്ലി ലയബിൾ ആക്കാൻ പറ്റും. മറ്റേത് ഇവരെ സെവറൽ ആയിട്ടാണ്, ജോയിന്റ് ആയിട്ടല്ല ലയബിൾ ആക്കുന്നത്, ഇൻഡിപെൻഡന്റ് ആൻഡ് സെവറൽ ആയിട്ടായിരിക്കും ഇവരെ ലയബിൾ ആക്കുന്നത്. അതായത് രണ്ടുപേരും കൂടി ഒരു കോമൺ ഡാമേജ് അവിടെ കൊണ്ടുവരുന്നു. പക്ഷേ ഇവർ ഒന്നിച്ച് കോമൺ പ്ലാനിന്റെ അണ്ടറിലല്ല പോകുന്നത്. ഇപ്പൊ സപ്പോസ് നമുക്ക് പറയാം, ഇൻഡിപെൻഡന്റ് ടോട്ട് ഫീസേഴ്സ് എന്ന് പറയുമ്പോൾ രണ്ടുപേരും രണ്ട് ഡയറക്ഷനിൽ വരുന്നതാണ്. അപ്പൊ രണ്ടുപേരും രണ്ട് ഡയറക്ഷനിൽ ഓടിച്ചു വരിക, രണ്ട് കാർ ഡ്രൈവേഴ്സ് അപ്പുറം ഇപ്പുറം രണ്ട് ഡയറക്ഷനിൽ കാർ ഓടിച്ചു വരുന്നു. ദെൻ ഈ രണ്ട് കാറും കൂടി കൂട്ടിയിടിക്കുന്നു. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഒരു വ്യക്തി റോഡ് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ റോഡ് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് മറ്റേ കാറിന്റെ ഡ്രൈവറിന്റെ നെഗ്ലിജൻസും ഉണ്ട്, ഇപ്പുറത്തുനിന്ന് വരുന്ന കാറിന്റെ ഡ്രൈവറിന്റെ നെഗ്ലിജൻസും ഉണ്ട്. രണ്ട് കാറും കൂടി പോയി കൂട്ടിയിടിച്ചിട്ട് വഴി കൂടി നടന്നു പോയി ഒരു പെഡസ്ട്രിയനെ പോയി വണ്ടി ഇടിക്കുന്നു. ഇയാൾക്ക് രണ്ടുപേരും കൂടി പോയി ഇയാളെ ജാമാക്കി, ഇയാൾക്ക് ഇതാക്കുന്നു, എന്താ ആക്സിഡന്റ് പറ്റുന്നു. അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷനിൽ രണ്ടുപേരും കൂടി ഈ ഒരു വ്യക്തിക്ക് ആക്സിഡന്റ് പറ്റിയത്, കോമൺ ആയിട്ടുള്ള കോസ് അവിടെ കൊണ്ടുവന്നേ. പക്ഷേ കോമൺ ആയിട്ടുള്ള കാര്യം അവിടെ കൊണ്ടുവന്നെങ്കിലും, പൊസഷൻ അവിടെ കൊണ്ടുവന്നെങ്കിൽ പോലും രണ്ടുപേരും കൂടി പ്രത്യേകിച്ച് ഒരു കോമൺ ഡിസൈനോ കോമൺ ആയിട്ടുള്ള പ്ലാനോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിലാണെങ്കിൽ എന്തായിരിക്കും, ഇവരെ ജോയിന്റ് ആയിട്ട് പിടിച്ച് ലയബിൾ ആക്കാൻ പറ്റും? ഇല്ല, അത് ഇൻഡിപെൻഡന്റ് ആൻഡ് സെവറൽ ആയിട്ടായിരിക്കും ലയബിൾ ആകുന്നത്. അപ്പൊ ഇവരെ നമ്മൾ പറയുന്നത് ഇൻഡിപെൻഡന്റ് ടോട്ട് ഫീസേഴ്സ് എന്നാണ്. അപ്പൊ ഇൻഡിപെൻഡന്റ് ടോട്ട് ഫീസേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ ഇൻഡിപെൻഡന്റ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്തത്. അവർക്ക് പ്രത്യേകിച്ച് ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഇന്റൻഷൻ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ മേ ബി അവർ ചിലപ്പോൾ പ്രൊഡ്യൂസ് ചെയ്ത ഒരു സിംഗിൾ ആയിട്ടുള്ള ഡാമേജ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ രണ്ടോ കൂടുതലോ ടോട്ട് ഫീസേഴ്സ് അവര് ഒന്നിച്ച് ഒരു കാര്യം ചെയ്ത് കോമൺ പ്ലാനിങ്ങിന് അണ്ടറിൽ ചെയ്തൊന്നുമല്ല, പക്ഷെ അവർ ചെയ്ത ഒരു ആക്ട് വഴിയായിട്ട് കോമൺ ആയിട്ടുള്ള ഡാമേജ്, സിംഗിൾ ഒരൊറ്റ ഡാമേജ് അവിടെ വന്നിട്ടുള്ളൂ, പക്ഷെ സെയിം ആയിട്ടുള്ള കോമൺ ഇന്റൻഷൻ ഒന്നും അവർക്കില്ല. അങ്ങനെയാണെങ്കിൽ ഇവരെ നമ്മൾ ഇൻഡിപെൻഡന്റ് ടോട്ട് ഫീസേഴ്സ് എന്നാണ് പറയുന്നത്. ഇവരെ ജോയിന്റ് ആയിട്ടല്ല, നമ്മൾ സെവറൽ ആയിട്ടായിരിക്കും ലയബിൾ ആക്കുന്നത്. ഇനി ജോയിന്റ് ടോട്ട് ഫീസേഴ്സ് എന്ന് പറയുമ്പോഴോ, ജോയിന്റ് ടോട്ട് ഫീസേഴ്സിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ നോക്കേണ്ടത്, നമുക്ക് എന്താ പറയാ, രണ്ടുപേരും കൂടി കോമൺ ആയിട്ടുള്ള ഡിസൈനോട് കൂടിയിട്ട്, അതായത് കോമൺ ഇന്റൻഷൻ അവിടെ ഉണ്ടാക്കുക, ആ ഒരു മെന്റൽ എലമെന്റ് അവിടെ ഉണ്ട്. അപ്പൊ എന്നാൽ മാത്രമേ ഇവർ ജോയിന്റ്ലി ലയബിൾ ആക്കാൻ പറ്റൂ. രണ്ടുപേരും കൂടി ഇപ്പൊ പ്ലാൻ ചെയ്തിട്ട് ഒരാളെ പോയി വണ്ടി ഇടിക്കുകയാണ്, എന്നിട്ട് ആൾക്ക് വണ്ടി ഇടിച്ചു ഇഞ്ചുറി കോസ് ചെയ്യുന്നു. അങ്ങനെയുള്ള സമയത്ത്, അല്ലെങ്കിൽ ഒരാളുടെ വീട്ടിലേക്ക് രണ്ടുപേരും കൂടി കോമൺ ആയിട്ടുള്ള ഡിസൈനിന്റെ അണ്ടറിൽ ട്രസ്പാസ് ചെയ്യുകയാണ്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇവർ ജോയിന്റ് ടോട്ട് ഫീസേഴ്സ് ആണ്. ഇവരെ നമ്മൾ ജോയിന്റ്ലി ആണ് ലയബിൾ ആക്കുന്നത്, സെവറൽ ആയിട്ടല്ല. ഇവരെ ജോയിന്റ് ആയിട്ടായിരിക്കും ലയബിൾ ആകുന്നത്. അപ്പൊ ജോയിന്റ് ടോട്ട് ഫീസേഴ്സ് 2% 2 പേഴ്സൺസിനെ ജോയിന്റ് ടോട്ട് ഫീസേഴ്സ് എന്ന് വിളിക്കണമെങ്കിൽ ആ ഒരു മെന്റൽ എലമെന്റ് അല്ലെങ്കിൽ ആ ഒരു കോമൺ ഡിസൈൻ അവിടെ ഓടുകൂടി ചെയ്താൽ മാത്രമേ ജോയിന്റ് ടോട്ട് ഫീസേഴ്സ് എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിൽ നിങ്ങൾ ആ മെരിവെതർ വേഴ്സസ് നിക്സന്റെ കേസ് ഉണ്ട്. ജോയിന്റ് ടോട്ട് ഫീസേഴ്സും ഇൻഡിപെൻഡന്റ് ടോട്ട് ഫീസേഴ്സും പഠിക്കുമ്പോൾ മെരിവെതർ വേഴ്സസ് നിക്സന്റെ കേസും കൂടി നോക്കി പോവാ.
എസ് എ ക്വസ്റ്റ്യൻ ആയിട്ടൊന്നും ഞാൻ അധികം കണ്ടിട്ടില്ല. ഒരു ജോയിന്റ് ടോട്ട് ഫീസേഴ്സ്, ഇൻഡിപെൻഡന്റ് ടോട്ട് ഫീസേഴ്സും 3 മാർക്കൊക്കെ ആയിട്ടാണ് കണ്ടേക്കുന്നത്. നിങ്ങൾ ഇനി എസ് എ ആയിട്ട് ഏതെങ്കിലും പ്രീവിയസ് ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ട് എങ്കിൽ പോലും അത് നോക്കി പോവുക. അപ്പോൾ സമയമുണ്ട് എങ്കിൽ നിങ്ങൾ അതിന് എസ് എക്കും കൂടിയുള്ള പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെ നോക്കി പോവുക കേട്ടോ. വൈക്കാരിയസ് ലയബിലിറ്റിയുടെ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് അല്ല ജോയിന്റ് ടോട്ട് ഫീസേഴ്സ്, ഇൻഡിപെൻഡന്റ് ടോട്ട് ഫീസേഴ്സ്. എന്നിരുന്നാലും അത് നോക്കി പോവുക. മെറിവെതർ വേഴ്സസ് നിക്സന്റെ കേസും പഠിച്ചു വെക്കുക. എന്താണ് ബേസിക് ആയിട്ട് ഇൻഡിപെൻഡന്റ് ടോട്ട് ഫീസേഴ്സ്, ജോയിന്റ് ടോട്ട് ഫീസേഴ്സ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ മെയിൻലി നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് വൈക്കാരിയസ് ലയബിലിറ്റി, അതുമായി ബന്ധപ്പെട്ട് ബാക്കി വരുന്ന കാര്യങ്ങളെല്ലാം, പിന്നെ വൈക്കാരിയസ് ലയബിലിറ്റി ഓഫ് ദ സ്റ്റേറ്റ്, പിന്നെ ജോയിന്റ് ടോട്ട് ഫീസേഴ്സ്, ഇൻഡിപെൻഡന്റ് ടോട്ട് ഫീസേഴ്സിന്റെ ടോപ്പിക് ആയിരുന്നു. സോ അപ്പോൾ നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ തീർന്നു. ഇനി തേർഡ് മൊഡ്യൂളാണ്. തേർഡ് മൊഡ്യൂൾ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഇപ്പം തന്നെ നല്ല ലെങ്തി ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ ഇത്രയും ആ ഒരു എൻഡ് വരെയും ആ വീഡിയോ ഇരുന്ന് കണ്ടവരാണെങ്കിൽ താങ്ക് യു ഫോർ വാച്ചിങ്. കാരണം ഇത്രയും ആ ഒരു ടൈം ഇരുന്ന് ആ വീഡിയോ കണ്ടതിന് താങ്ക് യു ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ബാക്കിയുള്ള ഫ്രണ്ട്സിനും കൂടി വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് നേരം ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ആ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്, ഇടുന്നതും അപ്ലോഡ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ള ഫ്രണ്ട്സിനും കൂടി അത് മാക്സിമം ആളുകൾക്ക് അത് ഉപയോഗപ്രദമാവട്ടെ. കാരണം എക്സാം തന്നെയാണ്, നിങ്ങളെല്ലാവരും അത് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ പഠിക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.